പൊതുവെ ബ്രാഹ്മണരാണ് മന്ത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാൻ യാതൊരു മന്ത്രമൊന്നും പറഞ്ഞു കൊടുക്കാറ് ബ്രാഹ്മണരാണ്. അദ്ദേഹം അത്ര നിഷ്ഠനായിരുന്നു, അറിവുള്ള ആളായിരുന്നു. വേദത്തെ പറ്റി വേണ്ട പോലെ അറിയുന്ന ശരിയാദി മഹാരാജാവ് അങ്കിരസുകളുടെ സത്രയാഗത്തിലെ 2-ാം ദിവസത്തെ മന്ത്രങ്ങൾ മുഴുവൻ, ആ യാഗത്തിലെ മന്ത്രങ്ങൾ മുഴുവൻ ഇദ്ദേഹമാണ്. ദ്വിതീയ 2-ാം ദിവസത്തെ മന്ത്രങ്ങളൊക്കെ ഈ രാജാവാണ് പറഞ്ഞു കൊടുത്തത്. അത്ര കഴിവുള്ള ആളായിരുന്നു. അമേരിക്ക ഒരു ദിവസം അദ്ദേഹം കമലോചന പ്രയാസാർത്ഥം വനകദോഷമശ്രവനാശ്രമം. ഒരിക്കല് മഹാരാജാവ് സുന്ദരിയായ മകളെയും കൂട്ടി, അതും സർവാംഗസുന്ദരിയായ മകള് സുകന്യയെയും കൂട്ടിയിട്ടാണ് ഒരിക്കല് കാട്ടിലേക്ക് പോയത്. അങ്ങനെ പോയി പലരിക്കലും പോയി ശവന മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. വനകദോഷമശ്രവനാശ്രമം, ശവന മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പ്രവേശിച്ച് പോയവര്. അവിടെ ആണെങ്കിൽ ഈ ആശ്രമത്തിൽ കരുകൾ കൂടിയിട്ട് അവിടെ പരിവ്രത വിജിന്വന്ത്യഘ്രിവാൻവനേ വന്മീകരന്ധരേകദൃശേ ഖദ്യോദേ ഇവ ജ്യോതിഷി. കൂട്ടുകാരികളോടുകൂടി സുകന്യ അങ്ങോട്ട് പ്രവേശിച്ചു. ഈ രാജകുമാരിയാവുന്ന സുകന്യ കൂട്ടുകാരോടുകൂടി ശവന മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങോട്ട് പ്രവേശിച്ച് അവിടെ അത്യത്ഭുതമായ കാഴ്ചകളെ ഓരോന്നും കണ്ട് വിജിന്വന്ത്യഘ്രിവാൻവനെ പല പല കാഴ്ചകളും കണ്ട് ആ കാഴ്ചയിലെ ഭംഗി അങ്ങനെ ആസ്വദിച്ചങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഒരു കുറ്റ് കണ്ടു. ജ്യോതിഷി, അവിടെ ആശ്രമത്തിലെ ഒരു കുറ്റ് കണ്ടു. ആ കുറ്റിൻ്റെ ഉള്ളിൽ നിന്നും പ്രകാശം കാണുന്നുണ്ട്. അതും 2 ജ്യോതിർഗോളങ്ങളെ പോലെ, മിന്നാമിനുകളെ പോലെ പ്രകാശാണ്. ജ്യോതിഷേ ഖദ്യോദേ ഇവ ജ്യോതിഷി. ഈ കുറ്റിൻ്റെ ഉള്ളിൽ നിന്നും മിന്നാമിനിങ്ങനെ പോലെ പ്രകാശമായിട്ട് 2 ദിക്കെന്നും ഈ മിന്നാമിനുകളെ പോലെയുള്ള പ്രകാശം 2 ഗോളങ്ങളാണ് അവിടെ കണ്ടത്. ഖദ്യോദേ ഇവ ജ്യോതിഷി, 2 ജ്യോതിർഗോളങ്ങളെ പോലെയുള്ള 2 ഗോളങ്ങൾ ആ കുറ്റിൻ്റെ ഉള്ളിൽ കണ്ടു. അത് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഗോളങ്ങള് ഈ പെൺകുട്ടി കണ്ടപ്പം തത്തൈവ ജ്യോതിഷി കണ്ടതേനവൈ അവിദ്യഭാവേന സുസ്രാവാസത്തോ ബഹു. ഈശ്വരേച്ഛ എന്ന് പറയാനുള്ള തത്തൈവ ജ്യോതിതാബാല, ഈശ്വരേച്ഛ പ്രകാരം താൻ അനുഭവിക്കേണ്ട കർമ്മം താൻ അനുഭവിക്കുന്ന വേണ്ടേ എന്ന് കാണിക്കുമാറ് ഈ പ്രകാശത്തെ കണ്ടപ്പം ഒരു ഭംഗി തോന്നി. സുഗന്ധിക്കൊരു ഭംഗി തോന്നിയിട്ടാണ് ഈ മിന്നുന്ന പ്രകാശം എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ കുട്ടികൾ ചെയ്യണ കൂട്ടത്തിൽ നിന്ന് അറിവില്ലായ്മ എന്നേ ഭാഗവതം പറഞ്ഞുള്ളൂ. കാരണം ഈശ്വരേച്ഛ എന്നേ പറയാനുള്ളൂ. തദ്ദൈവജ്യോതിതാവാല, ഈശ്വരേച്ഛ പ്രകാരം ഈ പ്രകാശം എവിടുന്നാണ് നോക്കാൻ വേണ്ടിയിട്ട്, അതും അറിവില്ലായ്മ പെൺകുട്ടിയാവുകൊണ്ട് ഒരു മുള്ളുകൊണ്ടുവന്ന് അവിദ്യഭാവേന സുസ്രാവാസൃത്തബോധു, ഒരു മുള്ളു കൊണ്ടുവന്ന് ഈ പ്രകാശത്തിലാണ് കുത്തി. അതാണ് ഈ തേജോഗോളം പുറത്തേക്ക് പ്രകാശം വരേണ്ട അതിനാണ് കുത്തിയെന്നാണ്. അതോടുകൂടിയിട്ട് ഈ മുള്ളുകൊണ്ടാണ് കുത്തിയപ്പം അവിടുന്ന് രക്തം വരാൻ തുടങ്ങി. ഈ 2 പ്രകാശത്തിൻ്റെ ഉള്ളിലേക്കും മുള്ളുകൊണ്ടാണ് കുത്തിയപ്പം 2നും രക്തം വരാൻ തുടങ്ങി. അറിയാതെ പറ്റിയതാണ്. ഭാഗം പറയുന്നത് ദൈവജ്യോതിതാവാല, ഈശ്വരേച്ഛ പ്രകാരം എന്നാണ്. അല്ലാതെ കണ്ട് രാജകുമാരിക്കൊന്നും അങ്ങനെ തോന്നാൻ വയ്യ. ശരിയാതെയാണെങ്കിൽ പരമഭക്തൻ, പരമധർമ്മിഷ്ഠൻ, വേദം അറിയുന്ന ആള്
അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ തോന്നാൻ പാടില്ല. ഈശ്വരേച്ഛ പ്രകാരമാണ് ഈ പ്രകാശം കണ്ടപ്പം ഒരു മുള്ളു കൊണ്ടുവന്ന് അതിക്കാണ് കുത്തി. അതോടുകൂടി ഈ പ്രകാശഗോളത്തു നിന്നും രക്തം ഒഴുകി വരാൻ തുടങ്ങി. രണ്ട് ഭാഗത്തും രക്തം വരുന്നു. മൂത്ര നിരോധോ സൈനികാനന്ദക്ഷണാൽ രാജർഷിസ്തമുപാലക്ഷ്യ പുരുഷാൻ വിസ്മിതോദ്രവീൻ. ഇതാണ് കഴിഞ്ഞോടുകൂടി എന്തായി ചോദിച്ചാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. രാജാവിനും പരിവാരങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്. എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്ക് മലമൂത്രാദികളെ പോകുന്നില്ല. അതാണ് ബുദ്ധിമുട്ടായി വരുന്നത്. തടസ്സം ചെയ്തിട്ടു പോവാതെ കണ്ട് തടസ്സമായി പോയതാണ്. ഇത് അതാണ് ഒരാൾക്കല്ല, എല്ലാവർക്കും. ഇത് അത്ഭുതപ്പെട്ടു പോയി. മലമൂത്രങ്ങൾ പോവാതിരുന്ന ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകിയാൽ അത്ര ബുദ്ധിമുട്ടില്ല. ഇത് പോണം തോന്നിയിട്ട് അമ്മ പോവാഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാന്നുള്ള ഭാവത്തിലാണ് രാജാവിനും പരിവാരങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു വിട്ടു. രാജാവ് ചോദിച്ചു, അയാൾ ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും അഭദ്രൻ കാണിച്ചിട്ടുണ്ടോ? അത്യഭദ്രന്ന യുഷ്മാഭിർ ഭാർഗവസ്യ വിനിഷ്ഠിതം വ്യക്തം കേരാജിതമാശ്രമാഭൂഷണം. രാജാവ് ചോദിച്ചു, തന്റെ ഒപ്പമുള്ള ആളെ ചോദിച്ചു, ഇത് വാസ്തവം വലിയൊരു ആശ്രമമാണ്. ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടോ? ഇത് ചവന മഹർഷിയുടെ ആശ്രമമാണ്. ആരെങ്കിലും എന്തെങ്കിലും അതിക്രമം ഇവിടെ കാണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അതല്ലാതെ ദ്രോഹം ചെയ്യാതെ കണ്ട് ഇങ്ങനെ വരില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? വ്യക്തം കൃതമാശ്രമതു. ഈ ആശ്രമത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടോ? അത് ഒരാൾക്കല്ല, എല്ലാവർക്കും ഒരുപോലെ വരെ കാണും. ആരെയും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം സൈനികരൊന്നും ഒരു വാക്കും പറയുന്നില്ല. അതൊന്നും അർത്ഥം പറ്റിയിട്ടില്ല. സുകന്യ പറഞ്ഞു, സുകന്യാപ്രാഹവിതരം ധീരാകിംഹിൽകൃതം മയാ ദ്വേ ജ്യോതിഷി അജാനന്ദ്യ യജ്ഞിന്നെ കണ്ടകേന വൈ. എല്ലാവരോടും മഹാരാജാവ് ചോദിച്ചപ്പം ആരും മറുപടി പറയാഞ്ഞപ്പം ഈ കുട്ടി വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ അർത്ഥം പറ്റിയിട്ടുണ്ടെന്ന് ആ സുഖിക്കുന്നത്. എന്നതും വളരെ ഭയത്തോട് കൂടിയാൽ പറയുന്നത്, അച്ഛാ ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തത്. ഇവിടെ ഒരു കുറ്റി കണ്ടു, കുറ്റിലെ രണ്ട് തിളങ്ങുന്ന പ്രകാശം കണ്ടു, ഞാൻ അറിയാതെ കണ്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു മുള്ളു കൊണ്ടുവന്ന് അവിടെ കുത്തി. ഈ പ്രകാശത്തിൽ കുത്തി എന്ന് കുട്ടി പറഞ്ഞപ്പം കുട്ടിയുടെ വാക്കാണ് കേട്ടോടുകൂടി മുനിം സുകന്യയ്ക്കും അബദ്ധം പറ്റിയെന്ന ഭാവത്തെ അച്ഛ അറിയാതെ എന്ന് പറ്റിപ്പോയതാണ്. ഇങ്ങനെ സംഭവിച്ചു പോയി എന്നാണെങ്കിൽ പ്രകാശം കണ്ടപ്പം അറിയാതെ കണ്ട് എന്താണ് നോക്കാൻ വേണ്ടിയിട്ട് ആ ബാലരാമന്റെ കുട്ടികൾ അങ്ങനെയാണ്. കണ്ട എന്താ നോക്കാൻ വേണ്ടി അവർക്ക് പിന്നെ ചിന്തിക്കൊന്നുമില്ല, പെട്ടെന്ന് കണ്ടത് ചെയ്യുക. അങ്ങനെ മുള്ളുകൊണ്ടുവന്ന് ഞാൻ കുത്തിയതാണ് വന്നപ്പോഴാണ് മഹാരാജൻ വളരെ വിഷമമായിട്ടുണ്ട്. മുനിം പിന്നെ സുകന്യയുടെ വാക്ക് കേട്ടപ്പോൾ ശര്യാദി മഹാരാജാവ് അത്യധികം ഭയായി. കാരണം വിഷീശ്വരനാണ് അപമാനിച്ചതിന് എന്താ ശിക്ഷ ഉണ്ടാകാത്ത ഭാവത്തില് വല്ലാതെ ഭയമായി വരുന്നു. ആശ്രമത്തിൽ വന്ന് ഈ കുറ്റൊക്കെ മാറ്റി അതിനുള്ളിൽ ഇരിക്കുന്ന മുനിയുമില്ല കുറ്റൊക്കെ മാറ്റിയിട്ടാണ് സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ എടുത്ത് വന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. സമഭിപ്രായ അജ്ഞായ പ്രാതാൽ കുഹിപരം മുനേ ദുഃഖാനുപ്രസ്തമാമന്ത്ര്യ പുരം പ്രായാൽ സമാഹിത
മഹർഷികൾ പറഞ്ഞു കുട്ടി ചെയ്ത അപരാധമാണ്, അറിയാതെ എന്നെ പറ്റിപ്പോയതാണ്, അത് മഹാരാജാവ് ഒന്നും ആയിട്ട് ഒന്നും വിവരമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്, അറിയാതെ എനിക്ക് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. എങ്കിലും ഇത് കേട്ടോടുകൂടി രാജാവ് പറഞ്ഞപ്പം രാജാവിനോട് ചോദിച്ചു, ആരാ ചെയ്തത്? ശിവനമ്മ ചോദിച്ചു, ആരായിരുന്നു ചെയ്തത്? ഇത് സുഗന്ധിയാണ് ചെയ്തത്, അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പം സുഗന്ധിക്ക് എത്ര വയസ്സായിരുന്നു ചോദിച്ചു. എന്തിനാ വയസ്സ് വയ്ക്കുന്നത് ചോദിച്ചു. കാരണം എന്നൊക്കെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇത് കുറ്റി പൊച്ചിട്ടില്ലേ, അതുകൊണ്ട് എൻ്റെ കണ്ണിനാണ് ഇപ്പോൾ ചോര വന്നു, അതുകൊണ്ട് എന്നെ നോക്കാൻ കുട്ടിയെ ഇവിടെ നിർത്തി പോയിക്കോളൂ, അങ്ങയുടെ മകളെ ഇവിടെ നിർത്തി പോയിക്കോളൂ എന്നാണ്. അതാണ് ചെയ്യേണ്ടത്. എന്നാൽ എനിക്ക് ശാപമൊന്നും ദേഷ്യമൊന്നും വരില്ല, എനിക്ക് സമാധാനമാണ്. എന്നെ നോക്കാൻ ആളുകളുടെ ഒക്കെ കണ്ണ് കാണാതെ കഴിഞ്ഞു. സ്വതവേ തന്നെ പ്രായം കൂടുതലായി, ഇപ്പൊ കണ്ണും കാണാത്ത അവസ്ഥയാണ്. കുട്ടിയെ എനിക്ക് തന്നു പോയിക്കോളൂ എന്നാണ്. എന്നാൽ ഈ ദുഃഖമൊക്കെ ഇല്ലാതെയാവുന്നു. കാരണം മലമൂത്രത്തിൽ മനസ്സായവർ ദുഃഖമൊക്കെ ഇല്ലാതെയാവും. ഈ കുട്ടിയെ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞു. സുകന്യാണെങ്കിൽ അച്ഛനാണെങ്കിൽ മഹാരാജാവാണെങ്കിൽ വാക്ക് കേട്ടപ്പോൾ വാസ്തവം കല്യാന്ന് പറയാൻ തന്നെ 50 വയസ്സായതാ മഹർഷിക്ക്. ഇപ്പൊ കണ്ണും കുട്ടി ഇങ്ങനെ ഇരിക്കെ കുട്ടിയെ തരില്ല എന്ന് പറഞ്ഞാൽ ശഠിക്കും. ഇവിടെ സുകന്യയുടെ ഭാവം അച്ഛാ പുറത്തോടുക, അച്ഛാ ഞാൻ അനുഭവിക്കുന്ന ദൈവജ്യോതിയിലാണ് ആദ്യം പറഞ്ഞത്. അതെല്ലാ ശ്ലോകത്തെയും കൊണ്ടുവന്ന ഈശ്വരേച്ഛ, എൻ്റെ വിധിയച്ഛ, എന്നെ പുറത്തോട്. അങ്ങനെ ഒന്നും അറിയാത്ത ഈ പെൺകുട്ടിയെ മഹർഷി കൊടുക്കേണ്ടി വന്നു എന്നാണ്. തിരിച്ചങ്ങനെ പോവുകയും ചെയ്തു. മഹാരാജാവ് പോവുകയും ചെയ്തു. സുകന്യാക്ഷവനം പ്രാപ്യ പതിം പരമരോപനം പ്രീണയാമാസോ അപ്രവർത്താനുവൃത്തിഭി. സുകന്യാണെങ്കിൽ ഭർത്താവായിട്ട് ച്യവന മഹർഷിയെ സ്വീകരിച്ചു. അദ്ദേഹമാണെങ്കിലോ ച്യവന മഹർഷി ആണെങ്കിൽ അതിം പരമകോപന. ഇതുപോലെ ശിക്ഷ വേറെ ഇല്ല, എപ്പോഴും ദേഷ്യ, സദാസമയത്തും ദേഷ്യ. ഇത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റണ്ടേ ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഒന്നും ഒട്ടും അറിയില്ല. ദേഷ്യക്കാരായ ലക്ഷ്മി പോലും പറഞ്ഞതാണ്, അഷ്ടോസ്കന്ധത്തിൽ പറഞ്ഞിട്ടാണ്. ലക്ഷ്മി ആവിർഭവിച്ചപ്പോഴാണ് ലക്ഷ്മിയുടെ മോഹം എല്ലാ ഗുണങ്ങളും കഴിഞ്ഞ പുരുഷനെ ഭർത്താവായി നിൽക്കുന്നതാണ്. ആദ്യം പോയത് ബ്രാഹ്മണടുത്തേക്ക്. ആ ബ്രാഹ്മണനാണെങ്കിലോ തപസ്സു എന്തെങ്കിലും മഞ്ഞുതിർജയാണ്. അവര് മനസ്സിനെ ജയിക്കാൻ എപ്പോഴാണ് കോപം വരാമല്ല. അതുകൊണ്ട് ബ്രാഹ്മണനെ വേണ്ടാന്ന് വെച്ചു. എന്നാൽ ഇവിടെ ബ്രാഹ്മണനെ സ്വീകരിച്ചു. കോപിഷ്ഠനായ യശീശ്വരനെയാണ് സുകന്യ സ്വീകരിച്ചത്. ഇന്ന് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണമെന്നാണ്. പ്രീണയാമാസോ അപ്രവർത്താനുവൃത്തിഭി. അതിൻ്റെ കഴിവിനനുസരിച്ച് ഭക്തിയോടുകൂടി ശുശ്രൂഷകള് ഭർത്താവിനെ വേണ്ട പോലെ ചെയ്യണമെന്നാണ്. വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. ഒന്നും അറിയാതെ ഈ പെൺകുട്ടി പരമകോപിഷ്ഠനായ ഋഷീശ്വരനെ അതും ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ചു. എളുപ്പമാണോ അത്? കാരണം എളുപ്പമൊന്നല്ല വാസ്തവം. കാരണം അതും ഈശ്വരേച്ഛ, അതും എല്ലാ ദിക്കും ദൈവജോ ഈശ്വരേച്ഛ കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ. സീതാദേവി പോലും പറയുന്നുണ്ട്, തൻ്റെ യോഗ്യത തൻ്റെ ഗുരുനാഥയായിട്ട് താൻ പോലും സുകന്യയെ കാണുമെന്ന് രാമായണത്തിൽ പറയുന്നു. ആ സീതയുടെ കഥയിരിക്കാൻ പോകുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ ആദ്യം സമ്പാദിച്ച് വേണം ശ്രീരാമന്റെ കഥയിലേക്ക് പോകാൻ. ഈ ഗുണങ്ങളൊക്കെ ആദ്യം തന്നെ ഒതുക്കേണ്ടത് ദേഷ്യമാണ്. നമുക്ക് പറ്റാത്തതും അതാണ്. ദേഷ്യത്തെ ഒതുക്കാൻ സാധിക്കണം. അത് സുകന്യയുടെ ആ സ്വഭാവ ശുദ്ധി കൊണ്ട് ശുശ്രൂഷ കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു എന്നാണ്. പ്രീണയാമാസോ അപ്രവർത്താനുവൃത്തിഭി. സുകന്യയുടെ ശുശ്രൂഷ കൊണ്ട് സന്തോഷിച്ചു. അത്രയും ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിക്കുന്ന കസ്യചിത്വകാലസ്യ മാഹത്യാവാശ്രമാഗതോ പൂജയിത്വോ
ഈശ്വരും അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് ഈ ആശ്രമത്തിക്ക് 2 ദേവന്മാർ വന്നു. അതും ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാരാണ് അവിടേക്ക് വന്നത്. അവരെ വേണ്ട പോലെ കുതിച്ചു. ശിവനമഹർഷി ദേവവൈദ്യന്മാരെ വേണ്ട പോലെ സ്വീകരിച്ച് പൂജിച്ച് നമസ്കരിച്ച് അവരോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ വൈദ്യന്മാരല്ലേ, ചികിത്സകൾ പഠിച്ച ആൾക്കാരല്ലേ, എനിക്ക് പ്രായമായി വൈകാതെയായി ഇപ്പോഴാണ് ഞാൻ വിവാഹം പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് ചെറുപ്പമാവാൻ മരുന്ന് വയോമേ ദത്തമീഷ്, നിങ്ങൾക്ക് സാധിക്കുമത്. എനിക്ക് ഇപ്പം നിങ്ങൾ ഈശ്വരന്മാരാണ്, നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് പ്രായം ചെറുതാവാൻ വേണ്ടി ഈ ജനാന്തരത്തെ ബാധിച്ച് വയ്യാതെയായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാൻ വല്ല മരുന്ന് നിങ്ങൾ കയ്യിലുണ്ടോ? ചെറുപ്പമാവാൻ വല്ല മരുന്നും കയ്യിലുണ്ടോ? കാരണം ഈ വാർദ്ധക്യമായപ്പോഴാണ് വിവാഹം കഴിച്ചിട്ട് വന്നത്. അതുകൊണ്ട് യുവാവാൻ പറ്റിയ മരുന്ന് എന്നെ യുവാവാക്കണം. അതാണ് ഗ്രഹഗ്രഹീഷ്ണേ സോമസ്യ യജ്ഞേവാമപ്യസോമപോ ക്രിയതാമേവ യോരൂപം പ്രമദാനം യഥീപ്സിതം. എന്നാൽ നിങ്ങൾക്ക് ഫീസൊക്കെ തരണ്ടേ? കാരണം മരുന്നോ തന്നാൽ നിങ്ങൾക്ക് അതിനോട് കാശൊക്കെ തരണം. എന്താ നിങ്ങൾക്ക് വേണ്ട ഫലം എന്താ ഞാൻ തരാം, എന്താ വേണ്ടത് തോന്നോളൂന്ന, ഇനി അങ്ങനെ ഞാൻ തരാം. എന്താ തരാൻ ഇപ്പം പന്തിയിൽ ഇരുന്ന് ഭക്ഷണമില്ല. വൈദ്യന്മാർക്കൊരു കൊച്ചു പതിപ്പുണ്ട്. അവർക്ക് വലിയ ബ്രേക്കൊന്നും പണ്ടാതെ കുടിക്കാറില്ല. കാരണം ഈ വൈദ്യന്മാരൊക്കെ അവർക്ക് ഓപ്പറേഷൻ ഉണ്ടാവുകൊണ്ട് ഒരു പതിപ്പുണ്ട്. ഈ ഡോക്ടർമാർക്കുണ്ട്, തന്ത്രിമാർക്കൊക്കെ ഈ ഒരു ദോഷം വലിയ വലിയ ആൾക്കാർക്ക്. കാരണം വലിയ വലിയ സ്ത്രീക്കൊന്നും അവരെ പന്തി ഭോജനം ഇല്ലാന്നൊരു ദോഷം അവർക്കുണ്ട്. കാരണം ദേവന്മാരെ കൂട്ടത്തിന് പന്തി ഭോജനം ഇല്ല. അത് അവരോട് ഒന്നിച്ച് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കാം. ആദ്യം എനിക്ക് ഈ ചികിത്സ ചെയ്തോളൂ, പിന്നെ അവർ തരാം. അത് നിങ്ങൾ തന്നോളാന്നാണ്. കാരണം എനിക്ക് പെൺകുട്ടി വിവാഹം കണ്ടു, അവർക്കൊരു സുഖം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ യൗവനം എനിക്ക് തരണം, സൗന്ദര്യം ഉണ്ടാവും. അതേ എന്നാൽ നിങ്ങൾക്ക് വേണ്ട കാര്യം ഞാൻ തന്നോളാം. ശിവനമഹർഷി ബാണവിത്യുജതുർവിപ്രം അഭിനന്ദമിഷക്രമോ നിമജ്ജതം ഭവാനസ്മിൻ ഹൃദേ സിദ്ധവിനിർമ്മിതേ. ഈ വൈദ്യന്മാരാ ശ്രീദേവന്മാര് ഋഷീശ്വരന്റെ വാക്ക് കേട്ട് അങ്ങനെ ആവാതെ വന്നു. എന്താ ഞാൻ മരുന്നുകൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന ഭാവത്തില് ഋഷീശ്വരന്റെ വാക്ക് കേട്ട് ഈ വാക്കിനെ അഭിനന്ദിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് അവർ ഇറങ്ങിയിട്ട് അവിടെ ഹൃദയ കയണ്ടായിരുന്നു. അവർക്ക് കുറച്ച് പച്ച മരുന്നൊക്കെ കുടിച്ചു കൊണ്ടുവന്ന് അവരെ കൈയോട് ഞാൻ ആക്കി തന്നിട്ടു. എന്നിട്ട് ബ്രാഹ്മണനോട് കൂടി അവരാണ് മുങ്ങിയത്. മുങ്ങുന്നത് കാരണം നിമജ്ജതാം ഭവാനസ്മിൻ ഹൃദയ സിദ്ധവിനിർമ്മിത. ഈ സിദ്ധജനത്തിന് ഞങ്ങളോടൊപ്പം വന്നത്. എന്നാൽ അങ്ങയുടെ വാർദ്ധക്യമൊക്കെ മാറും, ജരാമര മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്കിൽ വിശ്വസിച്ച് അശ്വദേവന്മാരെ പറഞ്ഞ പ്രകാരം ഇങ്ങനെ ജരാതര മാറാനുള്ള മരുന്നാണ്. അത് ശരീരാനന്ദി കുട്ടി ചുളിഞ്ഞ ഒന്നും വയ്യാതായുള്ള ശ്രീശ്വരൻ രോമം മുഴുവൻ വെളുത്ത് ജലബാധിച്ച് ഞെരുപ്പൊക്കെ വേറെ കാണാൻ പാകത്തിനായിട്ടുള്ള ശ്രീശ്വരൻ ഇതിലേക്ക് കയ്യും ദേവന്മാരെ കയ്യും പിടിച്ച് അങ്ങോട്ട് ഇറങ്ങി 3 പേരും ഒന്നിച്ചങ്ങോട്ട് മുങ്ങിയാണ്. അശ്വീദേവന്മാരും ശിവനമഹർഷിയും ഒന്നിച്ചിറങ്ങി 3 പേരും മുങ്ങി ഒന്നിച്ച് അങ്ങനെ അവർ മുങ്ങി ഒന്നങ്ങോട്ട് താണുപോയി. പിന്നെ വളരെ വേഗം പൊങ്ങി വന്നു. താമസിക്കാതെ തന്നെ പൊങ്ങി വന്നു. 3 പേരും പൊങ്ങി വന്നു. 3 പേരും പിടിമിടുക്കന്മാരായി സുന്ദരന്മാരായിട്ടാണ് പൊങ്ങി വന്നത്. എല്ലാവരും ഒരുപോലെയായി മാറി. അതും ഭഗവാനെ പോലെ കണ്ണുകളോട് കൂടിയുള്ള ആൾക്കാര് കുണ്ടലങ്ങളും വിരിയലൊക്കെ അണിഞ്ഞുകൊണ്ട്
നല്ല വസ്ത്രവും ഉടുത്തുള്ള ആൾക്കാരായിട്ടാണ് 3 പേരും ഒരുപോലെ പൊങ്ങി വന്നു സിദ്ധജലത്തിൽ. അതായത് ഭർത്താവ് സ്വീകരിച്ചോളൂ. കാണിച്ചരണ എന്നുള്ള ഭാവത്തിലാണ് താൻ നിരീക്ഷവരാരോഹ സ്വരൂപാൻ സൂര്യവർണ്ണസ അജാനദീപതിം സാധ്വി അശ്വിനൗക്ഷരണയ്യയോ. എല്ലാവരും പ്രകാശത്തോടു കൂടി സുന്ദരന്മാരായി ശോഭിച്ചുകൊണ്ടിരിക്കെ എല്ലാവർക്കും നല്ല സൗന്ദര്യമുള്ള ആൾക്കാർ ആ 3 പേരുന്ന ഭാവത്തില് തന്റെ ഭർത്താവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സുകന്യ കണ്ടെത്തിയ മാർഗം തെറ്റിയാൻ പറ്റില്ല. ഭർത്താവ് ആരാ? എല്ലാം 3 പേരും ഒരുപോലെയാണെന്ന ഭാവത്തിലാണ് ആ സുകന്യ അശ്വനീദേവന്മാരെ തന്നെ ശരണം പ്രാപിക്കുന്നതാണ്. സാധ്വി അജാനതി പതിം സാധ്വി. ഭർത്താവ് ആരാണെന്ന് അറിയാതെ വേണ്ട അശ്വിനോ ശരണയ്യയോ. അശ്വീദേവന്മാർ തന്നെയാണ് ആശ്രയിക്കുന്നത്. അവരറിയില്ല. അശ്വീദേവന്മാരൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഭർത്താവിനെ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങ് നമസ്കരിച്ചു. അശ്വീദേവന്മാരാണ് നമസ്കരിച്ചത്. വാസ്തവം നമസ്കരിച്ചു ഭർത്താവിനെ കാണിച്ചെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഭൂമിയിൽ വീണ നമസ്കരിച്ചു. ആരാ ശ്രീദേവന്മാരെന്ന് അറിയില്ല. 3 പേരും ഒരുപോലെയാണ്. നമസ്കരിച്ച് നോക്കിയപ്പോഴാണ് സുകന്യയുടെ പ്രാർത്ഥന കഴിഞ്ഞ നമസ്കാരം കഴിഞ്ഞ് പൊങ്ങിയപ്പം തന്റെ ആ പാതിവ്രത്യ നിഷ്ഠ കൊണ്ട് പാതിവ്രത്യത്തില് സന്തോഷിച്ചു. അശ്വദേവന്മാർ സന്തോഷിച്ച് ഭർത്താവിനെ കാണിച്ചു കൊടുത്തു. എങ്ങനെയെന്ന് ചോദിച്ചാല് അശ്വദേവന്മാര് ഭൂമി തൊടാണ്ട് അടുക്കുന്നത്. ശിവന മഹർഷി ഭൂമിയിലാണ് ഭൂമി തൊടാണ്ട് ദേവന്മാർ നിൽക്കേണ്ട തന്റെ പാതിവ്രത്യം കൊണ്ട് അശ്വദേവന്മാരെ സന്തോഷിച്ച് ഭർത്താവിനെ കാണിച്ചു കൊടുത്തു. അവരെ വിമാനത്തിൽ കയറി സ്വർഗലോകത്തേക്ക് പോകും ചെയ്യുന്നു. ദേവന്മാർ പോകും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സയ്യാദി മഹാരാജാവ് ആണെങ്കിൽ കുട്ടിയെ ഈ വൃദ്ധനായ മഹർഷി കൊടുത്ത് ഇവിടുന്ന് പോയി. ഇനി ഇത് കാണാൻ വയ്യ എന്ന ഭാവത്തിലാണ് ഇവര് വരാതിരുന്നത്. കാരണം ഈ വൃദ്ധനെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥയല്ലേ, എന്താ ഉണ്ടാവുക നിശ്ചയില്ല എന്ന ഭാവത്തില് ശരിയായി പട്ടാൽ താമസിക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഏതാനും കുട്ടിയെ കാണാൻ വേണ്ടി പോവുക എന്ന ഭാവം ഇങ്ങോട്ട് വന്നു. യക്ഷമാണോ ശരിയാതി ചവനസ്യാശ്രമംഗത. ചവന മഹർഷിയുടെ ആശ്രമത്തിൽ ഇങ്ങോട്ട് വന്നു. അവർ വന്നപ്പോൾ കണ്ട കാഴ്ച പുരുഷം സൂര്യവർഷം കണ്ടു. തന്റെ സുഗന്യ നിൽക്കുന്നത് ഒരു യുവാവിനോടും കൂടി സുന്ദരനായ പുരുഷനോടും കൂടി നിൽക്കുന്നതാണ് കണ്ടത്. സുന്ദരനായ ഒരു പുരുഷനോട് കൂടി ഭർത്താവ് പുരുഷനോട് കൂടി സുകന്യ നിൽക്കുന്നത് കണ്ടപ്പം രാജാവ് വിഷമായി തോന്നുന്നു. രാജാ ഇത് രാജാവിന് ഇഷ്ടമായിരുന്നില്ല വാസ്തവമാണ്. കാരണം അച്ഛൻ്റെ അടുത്തേക്ക് വന്നു പെൺകുട്ടി. ഈ പെൺകുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ഈ പെൺകുട്ടിയാണെങ്കിൽ യുവാക്കളോട് കൂടി ഇരിക്കുന്നത് കണ്ടപ്പം അത് അത്ര ഇഷ്ടമായിട്ടില്ലെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അച്ഛനെ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ പുത്രി ഇങ്ങനെ ആളെ കൊണ്ട് നിൽക്കുമ്പം അത് വിഷമായി തീർന്ന് ചികീർഷിതം തേകിമിതം വധിസ്ത്വയാ പ്രകംഭിതോ ലോക നമസ്കൃതോ മുനി യത്വം ജരാഗ്രസ്തമസത്യസമ്മതം വിഹായ ജാരം ഭജസേ ഉമധ്വതം.
കുട്ടിയെ വിളിച്ചതിന് സുകന്യെ നീ ചെയ്ത പ്രവൃത്തി ശരിയായിരട്ടോന്ന്. വാസ്തവം ആ ശബര മഹർഷി ആരാന്നറിയോ? ലോകരെ പൂജിക്കുന്ന ആളാ. പ്രടംഭിനോ ലോക നമസ്കൃതോ മുനി. ലോകരെ മുഴുവൻ നമസ്കരിക്കുന്ന ഋഷീശ്വരനാണ് ശബര മഹർഷി. ആ ശബര മഹർഷിയെ നീ വേണ്ടാന്ന് വെച്ചോ? അദ്ദേഹത്തിന് വിവാഹം കഴിച്ചുകൊണ്ട് നീ അത് വേണ്ടാന്ന് വെച്ചോ? കഷ്ടമായിപ്പോയി നാം എന്റെ പ്രവർത്തിക്കുന്ന. കാരണം ഇത് ചെയ്യാൻ പാടാത്ത പ്രവൃത്തിയാണ് നീ ചെയ്തതെന്നും നീയെ അദ്ദേഹത്തെ വേണ്ടാന്ന് വെച്ച ജാലോട് കൂടിയല്ലേ നീ ഇരിക്കുന്നത്? ദേഷ്യത്തോട് കൂടിയാ നീ ചെയ്ത പ്രവൃത്തി ശരിയായില്ല എന്ന ഭാവത്തെ ആ ചീത്ത പറയാ ചെയ്യുന്നത്. ആ പതിയെ നീ ഉപേക്ഷിച്ചില്ലേ? ശിവന മഹർഷിയെ നീ ഉപേക്ഷിച്ചിട്ട് ഈ ജാലിനോട് കൂടി കളിക്കേ. കഷ്ടേ കഷ്ടം എന്ന ഭാവത്തില് കഥം മതിസ്തേവഗതന്യഥാഫലം കുലപ്രസൂതേ കുലദൂഷണം വിധം വിവർഷിജാലം യദവത്ര ഭാകുലം വിദുശ്ച ഭക്തുശ്ച നയസ്യ ഭസ്തവാം. കാരണം നമ്മളൊക്കെ വാസ്തവം നീയൊക്കെ ഏത് വംശത്തെ ജനിച്ചത്? ഈ സൂര്യവംശത്തിലെ പ്രധാനമായ സൂര്യവംശം ജനിച്ച കുട്ടിയാണ്. മനുവിന്റെ വംശത്തിൽ പ്രധാനമായ വംശത്തിൽ ജനിച്ച് നമുക്ക് എങ്ങനെ ഈ വേണ്ടാത്ത ബുദ്ധി തോന്നി? കഥം മതിസ്തേ ഇത്രയും യോഗ്യതയുള്ള കുലത്തിൽ ജനിച്ച് എന്തുകൊണ്ട് നമുക്ക് ഈ വേണ്ടാത്ത ബുദ്ധി തോന്നി? വാസ്തവം ഒരു ലജ്ജയും ഇല്ലാതെ കണ്ട് വിവർഷിജാലത്ര ഒരു ലജ്ജയും ഇല്ലാതെ കണ്ടിട്ട് ആരെങ്കിലും നടക്കേ. അങ്ങനെ ആരും നടന്നാൽ എന്താണെന്നറിയോ? നമുക്ക് കാരണം നീ ചെയ്തപ്പം നിനക്ക് ദോഷം മാത്രമല്ല ചെയ്തത്, നിനക്ക് മാത്രമല്ല ദോഷം പറ്റിയത്, എനിക്കും ദോഷം പറ്റിയിരിക്കണം. കാരണം എനിക്ക് മാത്രമല്ല അക്ഷര ദോഷം, ഭർത്താവിന് ദോഷം ഒക്കെ ഉണ്ടാക്കിയതാണ്. കാരണം ഭർത്താവിന്റെ വംശത്തെയും അക്ഷന്റെ വംശത്തെയും നീയ നരകത്തിക്കാക്കിയതാണ്. ഇത്രയും നീചമായ പ്രവൃത്തിയാണ്. നയസി അധസ്തമന നരകത്തിക്കാക്കിയതേ. കഷ്ടായി എന്ന് മാത്രം ചീത്ത പറഞ്ഞപ്പോഴാണ് ശശംസമിത്രേ തത്സർവം ഏവം ബ്രുവാണം വിതരം സ്വയമാനാശുചി സ്മിത ഉവാചകാമയാമാന കവൈഷ ഭൃഗുനന്ദന. ഇവിടെ ഇതൊക്കെ കേട്ടിട്ടും സുകന്യ ചിരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു അർത്ഥം പറ്റിയില്ല. എനിക്ക് യാതൊരു അബദ്ധം പറ്റിയില്ല. ഇത് അച്ഛൻ്റെ പുത്രിയുടെ ഭർത്താവ് തന്നെയാണ്. ശിവനമഹർഷിയാണ്. എനിക്ക് യാതൊരു തെറ്റും അച്ഛൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. അച്ഛൻ തെറ്റി ധരിപ്പിക്കുകയാണ് വാസ്തവം എന്നാണ്. എനിക്ക് യാതൊരു ദോഷവും ഇല്ല അച്ഛൻ. അച്ഛൻ അദ്ദേഹം ശിവനമഹർഷി തന്നെയാണ്. ശശംസമിത്രേ തത്സർവം പയോ സർവം യയോ രൂപാവിലംബനം വിസ്മിത പരമപ്രീത തനയാം മനുഷ്യസ്വരി. സന്തോഷമായി വാസ്തവം കുട്ടിയുടെ വാക്ക് കേട്ടപ്പോൾ. കാരണം അച്ഛൻ ആർക്കാണോ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് അയാൾ തന്നെയാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ മാറ്റം വന്നു ചോദിച്ചാൽ അത് അശ്രീദേവന്മാർ അനുഗ്രഹമാണ്. അച്ഛൻ എനിക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, തെറ്റും പറ്റൂല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മനുവംശത്തിലാണ് ജനിച്ചത്. ശര്യാദിയിലെ മകളല്ലേ. അച്ഛൻ്റെ കളങ്കമുള്ള പേരൊന്നും ഞാൻ ഉണ്ടാക്കില്ല, തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശര്യാദി സമാധാനമായത്. ശശംസമിത്രേ തത്സർവം വയോരൂപാവിലംബനം വിസ്മിത പരമപ്രീത തനയാം പരിഭസ്വതി. കുട്ടിയാണ് ആശ്രയിച്ചിട്ട് നന്നായിരിക്കുന്ന ഭാവത്തില് സന്തോഷിച്ചു. രാജാവ് സന്തോഷിച്ചു. കുട്ടിയെ വേണ്ട പോലെ സ്വീകരിക്കുകയും ചെയ്തു. സോമേനയാലയം വീരം ഗ്രഹം സോമസ്യ ജാഗ്രഹി അസോമപോരപ്യശ്വിനോശ്ചവന സ്വേന തേജസ. ശര്യാദി മഹാരാജാവ് സന്തോഷമായിട്ട് ക്ഷവനനെ കൊണ്ടുപോയി ഒരു യാഗം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ക്ഷവനാണ് പ്രധാനമായിട്ട് ആളെ കൊണ്ടുപോയിട്ട് യാഗം കഴിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ശിവനം പറഞ്ഞു യാഗം ഞാൻ വരാൻ കഴിക്കാൻ വരണം. പക്ഷേ ഞാൻ ഒരു നിബന്ധന.
അന്ന് യാഗഭാഗം അശ്വീദേവന്മാർക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവിടേക്ക് യാഗം ചെയ്തുകൊണ്ടിരിക്കെ അശ്വീദേവന്മാർക്ക് യാഗഭാഗം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നാണ്. ശവന മഹർഷി യാഗഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ട് അസോമപോരപ്യശ്വിനോശ്വനസ്വേന തേജസ തന്റെ പ്രഭാവം കൊണ്ട് അശ്വീദേവന്മാർക്ക് യാഗഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടപ്പം യാഗഭാഗം സ്വീകരിച്ചുള്ള ഇന്ദ്രൻ അവിടെ നിൽക്കേണ്ട ഇന്ദ്രൻ അദ്ദേഹത്തെ ആ കൈ വെട്ടാൻ വേണ്ടിയിട്ട് ഹന്തും തമാദേവജ്രം സത്യോ മഞ്ജുലമരിഷിക ദേഷ്യം കൊണ്ട് അശ്വീദേവന്മാർക്ക് ഒന്നിച്ച് യാഗഭാഗം കൊടുക്കാൻ പാടില്ല എന്ന ഭാവത്തില് ഇന്ദ്രൻ ശവരനെ വധിക്കാൻ വേണ്ടി ഇത് വന്നു എന്നാണ്. ഒന്നിച്ചൊന്നും ഭക്ഷണം കൊടുത്താൽ പറ്റില്ല, യാഗഭാഗം കൊടുത്താൽ പറ്റില്ല എന്ന ഭാവത്തിൽ ഇന്ദ്രൻ വധിക്കാൻ വേണ്ടിയിട്ട് വജ്രായുധായിട്ടാണ് പുറപ്പെട്ടത്. വജ്രായുധം കയ്യിൽ പിടിച്ച് വധിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പം ഇവിടെ ശവന മഹർഷി സവജ്രം സ്തംഭയാമാസ ഭുജമിന്ദ്രസ്യ ഭാർഗവ വധിക്കാൻ വേണ്ടിയിട്ട് വജ്രായുധം കയ്യിൽ പിടിച്ച് നിൽക്കുക ഇന്ദ്രൻ. ആ വജ്രായത്തോട് കൂടിയുള്ള കയ്യിനെ സ്തംഭിപ്പിച്ചു എന്നാണ്. ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുക, വജ്രായുധം കയ്യിൽ നിൽക്കുക, പിന്നെ അടക്കാൻ വയ്യ, കൈ അടക്കാൻ വയ്യ, സ്തംഭിപ്പിച്ചു എന്നാണ്, നിർത്തിപ്പോയി എന്നാണ്. അങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തി വജ്രായുധം കൊണ്ടുള്ള കയ്യ സ്തംഭിപ്പിച്ചാണ് നിർത്തിയിട്ടാണ് ദേവന്മാർക്ക് അശ്വീദേവന്മാർക്ക് യാഗഭാഗം കൊടുത്തു എന്നാണ്. വേദത്തിലെ പ്രധാനമായ ഒരു കഥയാണെന്നാണ്. കാരണം സമ്മതാണെങ്കിൽ കയ്യെടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ദ്രന്റെ സമ്മതത്തോടു കൂടി അശ്വിൻദേവന്മാർക്ക് അയുഭാഗം കൊടുത്തു. അന്വജാനം സ്വതസ്വവേഗ്രഹം സോമസ്യശ്വിനോ വിഷജാവതിയൂർവം സോമാഹുത്യാഭിഷ്കൃതൗ ദേവേന്ദ്രൻ സ്തംഭിപ്പിച്ചിട്ടും അശ്വീദേവന്മാർക്ക് ദേവേന്ദ്രന്റെ അനുവാദത്തോടു കൂടി തന്നെ അശ്വീദേവന്മാർക്ക് അവിർഭാഗം കൊടുത്തു. വേദത്തിലെ പ്രധാനമായ കഥയാണ് ഇത്. ഭാഗവതം പറയും. കാരണം ദേവേന്ദ്രന്റെ പ്രഭാവം പോലും ശിവന മഹർഷിയുടെ മുന്നിൽ ഒന്നുമല്ല, തൻ്റെ തമസ് കൊണ്ടാണ് സ്തംഭിപ്പിക്കുന്നത്. കണ്ട് അത്രയും മാഹാത്മ്യമുള്ള ആളാണ് ശിവന മഹർഷി എന്ന് ഭാഗവതം. ആ വംശങ്ങളെ വർണ്ണിക്കുകയാണ്. ശിവന മഹർഷിയുടെ ആ പശുരാജ മഹാരാജാവിന്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് ഉത്താനമരിഹീരാനോ ഭൂരിഷേണൈത്രയ ശര്യാദേന ഭവൻ പുത്രാനർത്താദേവതോ ഭവൻ. ആ വംശത്തെ മഹാരാജാവിന്റെ ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് ഇവിടെ പുത്രന്മാരുടെ വംശത്തെ വർണ്ണിക്കുമ്പം ഉത്താനമരിഹിണ്ടായി, അതൊന്നും ആനത്തിനുണ്ടായി. ഭൂരിഷേണത്തിന് 3 പുത്രന്മാരുണ്ടായി ശര്യാദിക്ക്. അതും ഉത്താനമരിഹിസ്, ആനന്ദൻ, ഭൂരിഷേണൻ എന്നു പേരായി 3 പുത്രന്മാരാണ് ശര്യാദി മഹാരാജാവിന് ഉണ്ടായിരുന്നത്. ആനന്ദന്റെ പുത്രനാണ് രേവതൻ എന്ന് ഭാഗവതം. ആനർത്താൽ രേവതോ ഭവൻ. ആനന്ദന്റെ പുത്രനായി രേവതനുണ്ടായി. സ്വന്തം സമുദ്രേനദരി വിനിർമായം ശസ്തരീം ആസ്തിതോ ഭുങ്ക വിഷയാനർത്താദീനഹിന്ദമം. ആ രേവതൻ സമുദ്രമധ്യത്തില് ഒരു പട്ടണം നിർമ്മിച്ചു. കുശസ്ഥലി എന്ന പേരായ പട്ടണം നിർമ്മിച്ചു. അങ്ങനെ ആ പട്ടണം നിർമ്മിച്ചു. ആ പട്ടണമാണ് കുശസ്ഥലിയാണ് പിന്നെ ദ്വാരകയായിട്ട് മാറിയതെന്നാണ്. ഇങ്ങനെ ഈ പട്ടണം നിർമ്മിച്ച് അവിടെ അദ്ദേഹം താമസിക്കുന്നത്. ആനന്ദൻ എന്ന് കുറേ കാലം അവിടെ താമസിച്ചു. അദ്ദേഹം ആണെങ്കിൽ ആസ്തിദോഹുംഗ വിഷയാൻ ആനർത്താദീനഹിന്ദമ. അവിടെ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് സുഖമായ ഐശ്വര്യത്തോടുകൂടി കുറേ കാലം താമസിച്ചു. അദ്ദേഹത്തിന് ആ രേവതന അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു മൂത്ത പുത്രനാണ് കകുത്മി. മൂത്തപുത്രനാ കകുത്മിയാണ് രേവതി എന്നു പേരായ പുത്രിയെ കകുത്മി രേവതീം കന്യാം സ്വാമാദായ വിഭുംഗത കന്യാവരം പരിപ്രഷ്ടും ബ്രഹ്മലോകമപാവൃതം ആവർത്തമാനേ ഗാന്ധർവേ ശ്രീതോരദക്ഷണക്ഷണ
ഈ കകുത്മി തന്റെ പുത്രി രേവതിയെയും കൂട്ടി, കകുത്മിക്ക് മറ്റൊരു പേരുണ്ട് രേവതെന്ന്, രേവതൻ രേവതിയെയും കൂട്ടി 100 പുത്രന്മാരുണ്ടായതാണ്. അതിലെ മൂത്തപുത്രൻ കകുത്മി അദ്ദേഹം രേവതിയെ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് രേവതിയെയും കൂട്ടിയിട്ട് ബ്രഹ്മലോകത്തിൽ അവർ പോയിരുന്നു. ബ്രഹ്മലോകത്ത് അവിടെ എത്തിയിട്ടാണ് അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു. കാരണം അവിടെ കച്ചേരിയായിരുന്നു. ബ്രഹ്മലോകത്തില് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ കച്ചേരി സംഗീതം കഴിഞ്ഞപ്പം ആ വിനോദമായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ബ്രഹ്മദേവൻ ചോദിച്ചു, എന്താ വരവിൻ്റെ ഉദ്ദേശം? കുറച്ചു നേരം അവിടെ സത്യലോകത്തിരുന്നപ്പോൾ ഇവിടെ അങ്ങനെ യുഗം കഴിഞ്ഞു പോയി. എന്താ വരവിൻ്റെ ഉദ്ദേശം ചോദിച്ചു. തദന്ത ആദ്യമാനം സ്വാഭിപ്രായം ഭഗവാൻ ബ്രഹ്മ രഹസ്യാമുവാചഃ. ബ്രഹ്മദേവനെ നമസ്കരിച്ച് തന്റെ അഭിപ്രായത്തെ ഈ കകുത്മി അറിയിച്ചു. കുട്ടിയെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ബ്രഹ്മദേവൻ ചോദിച്ചു. ബ്രഹ്മദേവൻ കേട്ടപ്പം അദ്ദേഹത്തെ നോക്കുന്ന ചിരിച്ചു. തക്ഷുത്വാ ഭഗവാൻ ബ്രഹ്മ രഹസ്യ ഉപാചഃ. തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ രാജാവേ, അഹോരാജൻ നിരുദ്ധാസ്തേ കാലേന ഹൃദിയേ കൃതാ തൽപുത്ര പൗത്രനപൃണാം ഗോത്രാണി കർമ്മഹേ. ഇവിടെ കുറേ ജാതകം കൊണ്ടാണ് ദേവൻ പോയത്, കകുത്മി പോയത്. ബ്രഹ്മദേവി ജാതകം നോക്കിയിട്ടാ ചിരിച്ചത്, ഹേ രാജാവേ, ഈ ആൾക്കാർ കഴിഞ്ഞു. അങ്ങ് ഈ പറഞ്ഞ ആൾക്കാരും ഇപ്പൊ ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെ വംശം പോലുമില്ല, പുത്രന്മാരുമില്ല, പൗത്രന്മാരുമില്ല, പ്രപൗത്രന്മാരും ഒന്നുമില്ല. അതൊക്കെ ഇപ്പൊ കഴിഞ്ഞുപോയി. ആ വംശം മുഴുവൻ വിദ്യാലയായിട്ടുണ്ട്. കാലോഭിയാത പ്രണവ ചതുർയുഗ വികൽപ്പിത. ഹേ രാജാവേ, ഇവിടെ വന്നോടുകൂടി ഇവിടെ അനവധി ചതുർയുഗം കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് അങ്ങ് ഭൂമിക്ക് എന്നെ കൊടുക്കോളൂ. കാലോഭിയാത ത്രിനവ ചതുർയുഗ വികൽപ്പിത. അനവധി ചതുർയുഗമാണ്. ത്രിനവ 3 9 27 ചതുർയുഗം കാലം കഴിഞ്ഞു. ഒരു തോന്നപ്പേ ഇത് കുറച്ചാലേ ഇവിടെ ഇരിക്കുകയും ചെയ്തേ. കാരണം അനവധി കാലം കഴിഞ്ഞു. എങ്കിലും അങ്ങ് ഈ ഭൂമിക്ക് എന്നെ പൊയ്ക്കോളൂ. ഇനി വെളുക്കൻ്റെ ആവശ്യമില്ല, ഭൂമിക്ക് എന്നെ പൊയ്ക്കോളൂ എന്നാണ്. പോയിട്ട് ആർക്കാ കൊടുക്കേണ്ടത് വെച്ചാൽ പറയാമെന്ന്. അങ്ങ് ഭൂമിയിൽ പോയിട്ട് ദേവദേവാംശോ പെരദേവോ മഹാബല കന്യാരത്നമിതം രാജൻ നരരത്നായ ദേഹിവോ. അങ്ങ് ഭൂമിയിൽ പോയിക്കോളൂ. ഭൂമിയിൽ പോയിട്ട് അവിടെ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ഭഗവാൻ ദ്വാരകാപട്ടണം നിർമ്മിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അംശമായ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമിക്ക് തൻ്റെ കുട്ടിയെ പുത്രത്തോടുകൂടി വന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. തിരിച്ച് ഇങ്ങോട്ട് വന്നു എന്നാണ്. ഇങ്ങനെ ഭൂമിയിൽ വന്ന് ദ്വാരകയിൽ വന്ന് ഭുവോഭാരാവകാരായ ഭഗവാൻ ഭൂതഭാവന അവതീർണോ നിജാംശേന പുണ്യശ്രവണ കീർത്തന. ബ്രഹ്മദേവൻ പറഞ്ഞു തന്നെ അവിടെ ഭഗവാൻ ഭൂമിയിലെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുണ്ട്. അംശത്തോടു കൂടി അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ എന്താണെന്ന് ചോദിച്ചാല് ഭഗവാനെ കീർത്തിക്കുന്ന ആൾക്കാർക്കെല്ലാം നന്മയെയും കൊടുക്കാനാണ്. അവതീർണോ നിജാംശേന പുണ്യശ്രവണ കീർത്തന. കേൾക്കുന്ന ആൾക്കാർക്കും കീർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ആനന്ദത്തെ കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച ലീലയാളുണ്ട്. അങ്ങ് ദ്വാരകയിൽ പോയിട്ട് ഭഗവാന്റെ അംശമായ ബലരാമസ്വാമിക്ക് കുട്ടിയെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് വിദ്യാദിഷ്ടോ വിവന്ധ്യായന്ത്രപസ്വപുരമാഗത ത്യക്തം പുണ്യനാത്രാഭ്രാതൃഭ്യവസ്ഥിതയ്യ. ഇങ്ങനെ ബ്രഹ്മാവന്റെ വാക്ക് കേട്ട് അവിടെ ബ്രഹ്മദേവനെ നമസ്കരിച്ച് കുട്ടിയോടുകൂടി രാജാവ് ഭൂമിയിലേക്ക് വന്ന് ഇവിടെ വന്ന് ദേവതയ്ക്കാണെങ്കിൽ സഹോദരന്മാരാരും കുഞ്ഞൻ ആകെ ഒരു കുട്ടിയെ ഉള്ളൂ. ദേവത മഹാരാജാവിനെന്ന ഭാവത്തിൽ ഇവിടെ വന്ന് ദ്വാരകയിൽ വന്ന് ഈ കുട്ടിയെ
അവിടെ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമിക്ക് കൊടുക്കാൻ ആ വാക്ക്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കുട്ടിയെ ബലശാലിയായ ബലരാമസ്വാമിക്ക് തൻ്റെ കുട്ടിയെ കൊടുത്തു. രാജാവ് ഇവിടെ വന്ന് ഭഗവാന്റെ ബ്രഹ്മദേവന്റെ വാക്ക് കേട്ട് ഇവിടെ വന്ന് കുട്ടിയെ അങ്ങോട്ട് കൊടുത്തു. ഇനി എന്താണ് ഭാവം? ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, വേറെ ആരുമില്ല. രേവത മഹാരാജൻ ഇവിടെ വന്ന് ഈ കുട്ടിയെ കൊടുത്തു. ഈ തിരിച്ചങ്ങോട്ട് കൊണ്ടാണ് ഒക്കെ കൊണ്ട് ഇവിടെ സമർപ്പിച്ച് പിന്നെ അങ്ങോട്ട് പോവാതെ കണ്ട് നേരെ രേവതൻ പോയത് തിരിച്ചങ്ങോട്ട് പോയി നാളെ ഇതേപോലെ ഉണ്ടാവും നമുക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത് പിന്നെ അങ്ങോട്ട് പോണ്ടേ, പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നോക്കും ഉണ്ടായില്ല. ഭഗവാൻ ബ്രഹ്മദേവന്റെ വാക്ക് കേട്ട കുട്ടിയെ അങ്ങോട്ട് കൊടുത്ത് നേരെ ഈ ഒറ്റ വരിക്കായി കഥ പഠിച്ചിട്ട് അവനവന്റെ ഭാരം കഴിഞ്ഞാൽ പിന്നെ സംശയിക്കരുതെന്നാണ്. കാരണം പണ്ടൊക്കെ പറയുന്ന കുട്ടികളുടെ വിവാഹപ്രായമായി കഴിഞ്ഞാൽ രാജ്യഭാരം അല്ലെങ്കിൽ ഗൃഹഭാരം ഏൽപ്പിച്ച് മറ്റ് പണ്ടുള്ള ആൾക്കാരൊന്നും പിന്നെ ആസ്പത്രിയിൽ പോകേണ്ട അവസ്ഥ ആർക്കും വന്നില്ല. അത് നേരെയാണ് പോയത്. കാട്ടിൽ പോയി ശ്രീഹരിയെ സേവിച്ച് ഭഗവാനെ പ്രാപിക്കുകയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ബദരിയിൽ പോയി ബദരീശ്വരന്മാരെ സേവിച്ച് ഭഗവാനെ പ്രാപിച്ച രംഗമാണ് വർണ്ണിച്ചത്. അത്രയും മഹാത്മ്യന്റെ സൂര്യവംശത്തിലെ രാജാക്കന്മാരെ കഥ. ബ്രഹ്മലോകത്ത് പോവാൻ പോലും കഴിവുള്ള ആൾക്കാരായിരുന്നു സൂര്യവംശത്തിലെ രാജാക്കൻ. അത്രയും മഹാത്മ്യമുള്ള ആൾക്കാരായിരുന്നു. അവരവരുടെ ആ കഥ വർണ്ണിക്കുമ്പോൾ അവരുടെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് മഹാഭക്തനായ അംബരീഷന്റെ കഥയാണ് ഈ വായിക്കാൻ പോകുന്നത്. സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ. ഗുരുവായൂരപ്പ ആചാര്യൻ സൂചിപ്പിച്ച കൂട്ടത്തില് സനാതനധർമ്മത്തിൽ ഭാരതത്തിൽ മാത്രമേ നരകവും സ്വർഗവും ഭൂമി ഇങ്ങനെ 3 ലോകങ്ങളെ പറ്റിയിട്ട് പൊതുവായ ഈ 7 ഭൂഖണ്ഡങ്ങളിൽ ഭാരതം ഒഴിച്ചുള്ള രാജ്യങ്ങളിലേക്ക് ഇത്രേ ലോകമുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതം പറയുന്നു 14 ലോകങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നതിന് പുറമെ ആചാര്യൻ പറഞ്ഞുകൊണ്ടതിന് ദശമസ്കന്ധത്തിലെത്തിയാൽ പറയാം ലോകാലോകം കടന്ന് വീണ്ടും പോയി അവിടെ കുറച്ച് ഇരുട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ളതായ ആ ബ്രഹ്മലോകത്തേക്ക് പോവാൻ ഇവിടെ നമുക്ക് കൈലാസത്തിലേക്ക് ഒന്ന് പോയി തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ ചൈനയുടെ സമ്മതം ഒക്കെ വേണം. ഭാരതത്തിൽ ജീവിച്ചിരുന്ന പുണ്യാത്മാക്കൾക്ക് ബ്രഹ്മാവിനോട് എന്തെങ്കിലും സംശയം ചോദിക്കണം എന്ന് തോന്നിയാൽ ഇവിടെ നമുക്ക് പുറത്തേ വേണ്ടു, അത്രേ വേണ്ടു. ഈ പുണ്യഭൂമിയിലാണ് ഇതൊക്കെ കഥയാണെന്നൊക്കെ പറയാം. ആളുകൾക്ക് വിശ്വാസമില്ലാത്തവർക്ക് ഇതൊക്കെ കഥയാണെന്ന് പറയാം. നമുക്ക് മുത്തശ്ശനും അതിൻ്റെ അപ്പുറത്ത് മുത്തശ്ശനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥയാണോ? എല്ലാം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം ഞാനുണ്ട്, പരമാവധി അച്ഛനോ മുത്തശ്ശനോ വരണ്ട വിചാരിക്കുക. അവിടുന്ന് മേൽപ്പെട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കഥയാണ് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ കഥയാണെന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ
ഇതൊക്കെ സംഭവിച്ചത് മാത്രമാണ്. അതുകൊണ്ടാണ് അവസാനത്തിൽ പറഞ്ഞത് ഇത് സത്യമാണ്, വചോ വിഭൂതികൾ വാക്കിൻ്റെ സത്വമൊന്നല്ല എന്ന് വേദവ്യാസ മഹർഷി തന്നെ ശേഷബ്രഹ്മ മഹർഷി എന്നെ പരീക്ഷയ്ക്കിനോട് പറയുന്ന ഭാഗം ഓർക്കാം. എന്തായാലും 3 അധ്യായങ്ങളിലൂടെ പറഞ്ഞപ്പോൾ കുറച്ച് രാജാക്കന്മാരെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഒരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ആചാര്യൻ പറഞ്ഞ കൂട്ടത്തിന് ആസ്പത്രി പോവാതെ ശ്രീഗുരുവായൂരപ്പൻ്റെ പാദത്തിനെ അന്വേഷിച്ചിട്ട് പോയി എന്ന് പറയുന്നു. ഇനി അടുത്തത് അംബരീഷിൻ്റെ കഥ പറയുന്നു. ആ കഥകളെല്ലാം നമുക്ക് അനുഗ്രഹിച്ചു തരണേ, അനുഭവമാക്കി തരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ. അതാ നവമസ്കന്ധേ ചതുർത്ഥോധ്യായ നാഭാഗോ ന ഭഗാമത്യം നിയന്ത്രം പ്രാതരക്കവിം വിവിഷ്ടം വ്യഭജന്യായം ബ്രഹ്മചാരിണമാവിധം ഭ്രാതരോ ഭക്തകിം മഹ്യം ഭജാമവിതരം തവാ ത്വാം നവാര്യാസ്തദാ ഭാക്ഷോർമാ പുത്രഗതജാദൃധാ ഇമേ അങ്കിരിസത്രമാസദേത്യ സുമേധസ ഷഷ്ടം ഷഷ്ടോവേത്യാഹ കവേ മുഖ്യതി കർമ്മണി താം സ്വം ശംസേ സുക്തേ ദ്വേ വൈശ്വരേവേ മഹാത്മനാ ऐश्वर्यं दोवनं धनं तत्र वैशेषमात्मना दास्यन्ति ते तदान्यच्छा तथा सर्वान्यथा तस्मै दत्त्वा स्वर्गं ते सत्र विशेषणं तं कश्चित् स्वीकरिष्यतं पुरुषः कृष्णदर्शनः वाचोकारोभ्येत्या ममेदं वास्तुकं वसु ममेदं शिविर्दत्तमिति तर्हि स्म मानवा स्यान्नौ देवते प्रश्ना पृष्टवान् विदरं तदा यज्ञवास्तुविदं सर्वमुच्चेष्टुषयकुलिल् चक्रविभागं तुज्याय सदैव सर्वमर्हति नाभागस्तं प्रणम्याः तवे शैलवास्तुकं विद्याहमे पिता ब्रह्मन् शिरसा त्वं प्रसादे ते विनामदल्धर्मं त्वं च सत्यं प्रभावस्ते विराजते मन्त्रदशे ज्ञानं ब्रह्मसनातनं वायपा गृहाणत्रिगुणं दत्तं वत्सत्रे परिशेषणम् इत्युक्त्वान्तरहिरो रुद्रो भगवान् सत्यवत्सला येन संस्मरेत्प्रातः सायं च सुसमाहिता विर्भवति मन्त्रज्ञो विधिं चैव तदात्मना नाभागादम्बरीषो भवत् महाभागवतकृति नास्पृशल् ब्रह्मशापोऽपि यं न प्रतिहतकुलिल् राजो भाजा भगवन् चोदमिच्छामि राजर्षेस्तस्य देवता न प्राभोर्यन्मुक्तो ब्रह्मदण्डो दुरत्यया श्रीशुभवाच अम्बरीषो महाभागसप्तद्विभो धीमहि अव्ययां च श्रियं दत्त्वा विभवं चातुरं भवेत् मेनेन दुर्लभं पुंसां सर्वं तत्स्वप्नसंस्कृतं विद्वान् विभवनपानं तमो विशति यत्पुमान् वासुदेवे भगवते तद्भक्तेषु च साधुषु प्राप्तो भावं परं विश्वमेनेदं विलोष्टवल् स्मृतं स वै कृष्णपदारविन्दयोर्वजां च वैकुण्ठविमान् वर्णये करो हरिहरमन्दिरमार्जनादिषु श्रुतिं चकाराच्युतसङ्कदोदे मुकुन्दलिङ्गालयदर्शने दृशो तत्प्रत्यगात्रस्पर्शेभ्यसङ्गमं घ्राणं तदत्पादसरोजसौरभे श्रीमत्तुलस्या रसनां तदर्पिते पादौ हरे क्षेत्रपदानुसर्पणे शिरो हृषीकेशपदाभिवन्दने कामं च दास्येन निकामकाम्यया यथोत्तमश्लोकजनाश्रयानिधि एवं सदा कर्मकलापमात्मना परेदीज्ञे भगवत्यधोक्षजे सर्वात्मभावं विदधन्महीमिमां तिष्ठन् तन्निष्ठविप्राभिरशशासः ईश्वेश्वरं महाविभूत्यो भजनाङ्गदक्षिणे तदेवशिष्टासुरगौतमादिधन्वन्यभिश्रोतमसौ सरस्वतीं यस्य क्रतुषदीर्घाणि सरस्यारियोजना तुल्यरूपाश्च निमिषा विदृश्यन्तः सुवाससः स्वर्गोदप्रार्थितो यस्य मनिधीरमनप्रिया श्रीमद्भिर्गायद्भिरुत्तमश्लोकज्येष्ठिरा समर्थयन्निधान् कामा स्वाराध्यपरिभाविदा दुर्लभानाभिसिद्धानां मुकुन्दं हृदिपश्यता स इत्थं भक्तियोगे तपोयुक्तेन पार्थिवा स्वधर्मेण हरिं प्रेमन् सङ्गान् सर्वान् च निर्जहौ गृहेषु दारेषु तेषु बन्धुषु द्विगोत्तमस्य दर्वाधिपतिषु अक्षय्यरत्नाभरणायुधादिषु अनन्तघोषेषु अकरो न सन्मतिं तस्मादर्थैश्चक्रं प्रत्यनेकभयावहम् एकान्तभक्तिभावेन प्रीतो भृत्याभिरक्षणं
ആര്യാദേഷു കൃഷ്ണം മഹിഷ്യാ തുല്യശീലയാ യുക്തസംവത്സരം നിരോധധാര ദ്വാദശീ വ്രതാന്തേ കാർത്തികേ മാസേ ത്രിരാത്രം സമുപോഷിത സ്നാതകരാജൽ കാളിന്യാം ഹരിം മധുവനേർച്ചയൽ മഹാഭിഷേകവിനാ സർവോപസ്കരസമ്പദ അഭിഷിച്യാംബരാകൽപ്പേർ ഗന്ധമാല്യാർഹണാദിവേ തദ്ഗതാന്തരഭാവേന പൂജയാമാസ കേശവം ബ്രാഹ്മണാൻ സ്വഹാഭാഗാൻ സിദ്ധാർത്ഥാൻ വിഭക്തിനാം ഗവാം രുക്മവിഷാണീനാം രുഗ്യഘ്രീണാം സുവാസസാം തയശീലമയോരോപ വത്സോപസ്കരസമ്പദാം പ്രായണോത്സാദുവിപ്രേഭ്യോ ഗൃഹേഷു നിർപ്പുതാനിഷൻ ഭോജയിത്വാജ്ഞാനഗ്രേ സ്വാദ്വന്നം ഗുണവത്തമം ലഭ്യകാമേരജ്ഞാനപാലനായോപചക്രമേ തസ്യ ദർഹ്യാതിരേ സാക്ഷാൽ ദുർവാസാ ഭഗവാനഭൂത് താമാനർച്ചാതിരിംഗോപപ്രത്യുദ്ധാനാസനാഭരണേ യാചേപ്യവഹാരായ പാദോലോഭാഗതാം പ്രതിനന്ദ്യ സദതിയാച്ഛാം നത്വാവശ്യകം ഗതാ നിമവജ്യവ്യാഖ്യായം കാളിന്യേ സലിലേഷുഭേ മുഹൂർത്താർത്ഥാവശിഷ്ടായാം ദ്വാദശ്യാം പാരണാം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ യുഗേസ്തദ്ധർമ്മസങ്കടേ ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം വിലപാരണേ യൽകൃത്വാ സാധുമേ ഭൂയാദധർമ്മോ വാ നമാം സ്പൃശേ അംബസാ കേവലേനാദ്ധാകരിഷ്യവ്രഭാരണം പ്രാവുരം ഭക്ഷണം വിപ്രാഹ്യശിതം നാശിതം ചതൽ ഇത്യപപ്രാശിരാജർഷിശ്ചിന്തയൻ മനസാച്യുതം പ്രത്യജഷ്ടഗുരുശ്രേഷ്ഠ വിജാഗമേവ സ ദുർവാസായുനാകുലാൽ കൃതാവശ്യക ആഗതാ രാജ്ഞാവിനന്ദിതസ്തസ്യ ഭൂതേ ചേഷ്ടിതം ദിയാ മന്യുനാ പ്രജലൽഗാത്രോ ഭൃഗുടീകുടിലാനന ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിമുപാസതാം അഹോ അസ്യ നശംസസ്യാശയോന്മത്തസ്യ വശിതാ ധർമ്മവിനിക്രമം വിഷ്ണോർഭക്തസ്യ ശമാനന യോ മാമതിരിമയാദമാദിത്യേന നിമന്ത്യജ അദത്വാ ഭുക്തവാംസ്തസ്യ സദ്യത്തെ ദർശയേ ബലം ഏവം പ്രവാണോൽകൃത്യ ജഡാം ദോഷവിജീവിതാ തയാ സ നിർമ്മമേതസ്മൈ കൃത്യാം കാലാനലോപമാം താമാപദന്തീം ജലതീമസിഹസ്താം പദാഭുവം വേപയന്തീം സമുദ്വീക്ഷ്യ ന ചചാരപദാം നൃപ പ്രാഗ്തിഷ്ഠം പ്രത്യരക്ഷായാം പുരുഷേണ മഹാത്മനാ വിരാഹകൃത്യാം താം ചക്രം വൃദ്ധാഹിമേർപാവകാം തദവിദ്യവൃദ്വീക്ഷ്യ സുപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രിമേ ഭീതോ ദിക്ഷുപ്രാണപരീക്ഷയാൻ തമന്ത്രധാവൽ ഭഗവത്യദാംഗം ദാവാഗ്നിരുദ്ധോദശികോ യദാഹി തദാനുഷക്തം നിരീക്ഷമാണോ ധ്വാം വിവിക്ഷു സസാരമേരോ ദിശോ ന ഭക്ഷണാമുരാൻ സമുദ്രാൻ ലോകാൻ സവാലാസിൽഭംഗരസ യദോ യദോ ധാവതി തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശാം അലബ്ധനാഥസ്യൈതാവൃതശ്ചിരസന്തസ്തോരണമേഷാണ ദേവം വിരിഞ്ചം സ്വർഗാൽവിധാതസ്താഹ്യാത്മയോനേജിതേജസോ മാം ഗുരുവായൂരപ്പ ബ്രഹ്മോവാച സ്ഥാനം മദീയം സ വിശ്വമേതൽ ക്രീഡാവസാനേന്ദ്യുവരാബ്ധസജ്ഞേ ഭ്രോഭംഗമാത്രേണ ഹി സംധിരക്ഷോ കാലാത്മനോ യസ്യ ദിനോ ഭവിഷ്യതി അഹം ഭവോ ദക്ഷഭൃഗുപ്രധാന പ്രദേശഭൂദേശസുരേശമുഖ്യ സർവേ വയം യന്നിയമം പ്രപന്നാ മോജ്ഞ്യദ്വിദം ലോകഹിതം വഹാമ പ്രത്യാഖ്യാതോ വിരിഞ്ജേന വിഷ്ണുചക്രോപതാവിദാ ദുർവാസാ ശരണം യാത സർവം കൈലാസവാസിനം ശ്രീശുക ഉവാച വയം തദാത പ്രഭവാമ ഭൂമ്നെ യസ്മിൻ വരേണ്യപ്യജീവകോശാ ഭവന്തി കാലേന ഭവന്തി ദൃശാ സഹസ്രശോ യത്ര വയം ഭ്രമാമ അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജ കവിലോ ഭദ്രതമോ ദേവലോ ധർമാസുരി മരീചി പ്രമുഖാശ്ചന്യേ സിദ്ധേശാ പാരദർശനാ വിജാമന വയം ചന്ദ്രേ യന്മായാം മായയാവൃതാ തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹംഹിന തമേവ ശരണം യാഹി ഹരിസ്തേശം വിധാസ്യതി തതോ നിരാശോ ദുർവാസാ പദം ഭഗവതോയോ വൈകുണ്ഠാഖ്യം യദധ്യാസ്തേ ശ്രീനിവാസശ്രിയാ സഹ ഗുരുവായൂരപ്പ സന്ദഹ്യമാനോ ജലശസ്ത്രവന്യനാ തൽപാദമൂലേ പതിരസ്വേ ഭലു ആഹാച്യുതാനന്ദസദീപ്തിത പ്രഭോ രാഗസമ്മാമഹി വിശ്വഭാവന അജാനതാദേ പരമാനുഭാവം കൃതം മയാഹം ഭവതപ്രിയാണാം വിദേഹസ്യാവതിപിതാധർമ്മചേതയത്നാം യുദിരേനാരഗോപീ ഗുരുവായൂരപ്പ ശ്രീ ഭഗവാൻ വാച
അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്രൈവ ദ്വിജാം സാധുവിർഗ്രസ്തഹൃദയോ ഭക്തജനപ്രിയ നാഹമാത്മാനമാശാസേ മദ്ഭക്തേ സാധുവിർവിനാ ശ്രിയം ജാത്യന്തീം ബ്രഹ്മണ്യേഷാം ഗതിരഹം പര യേ അരാഗാരമുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാതാ കഥം താം സ്ത്യക്തുമുത്സഹേ മയി നിർബന്ധഹൃദയാ സാധവസ്സമദർശനാ അശീകുർവന്തിമാം ഭക്ത്യാ സത്ശ്രിയ സൽപരിം യഥാ മത്സേവയാ പ്രതീനം ച സാധുക്യാദിജദുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണാകൃതോന്യകാലവിദ്രുതം സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദേന്യതേന ജാനന്തി താം ദിഭ്യോ നാഗവേ ഉപായം കഥയിഷ്യാമി അവിപ്രശ്നുഷ്വതേ അയം ഹ്യാത്മാവിചാരാസ്തേ രസ്തം യാതു വൈ ഭവാൻ സാധുഷു പ്രഹിതം തേജ പ്രഹർത്തുഃ കുരുതേ ശിവം തമോ വിദ്യാ ച വിപ്രാണാം നിശ്രേയസകരേ ഉഭേ ते एव दुर्विनीतस्य कल्प्यते कर्तुरन्यथा ब्रह्मं तद्गच्छभद्रं ते नाभागवनेयं नृप क्षमामय महाभागं तदशान्त्यभविष्यति श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां नवमस्कन्धे अम्बरीषेति चतुर्थोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे अय्यप्पा गोविन्द 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 महाभागो न भगावत्यं इयं तपं सादरकविं यविष्ठं व्यभयन्दाय ബ്രഹ്മനാരമാപദം മഹരൻ്റെ പുത്രന്മാര് സമ്പത്തിനെ ഭാവിച്ചു സമ്പത്തിനെ ഭാവിച്ചു ചെറിയ അദ്ദേഹം വിദ്യാഭ്യാസം പോയതാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എനിക്ക് ഏതാണ് ഭാഗം ചോദിച്ചു. സഹോദരന്മാർ ധരിച്ചു ഇദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ് ശരിയായ ജ്ഞാനം സമ്പാദിച്ചാൽ നേരെ സന്യസിക്കും എന്നാണ് ധരിച്ചത്. അവിടെ സന്യസിക്കാതെ വന്നിട്ടാണ് എനിക്ക് ഏതാണ് ഭാഗം ചോദിച്ചവൻ സഹോദരന്മാർ വന്നു നിനക്ക് ഭാഗമാക്കി വെച്ചത് അക്ഷരം. ഭാഗം ഇല്ലാത്ത ആളാകൊണ്ടാണ് നാഭാഗൻ എന്ന് പേരുണ്ട്. നഭകന്റെ പുത്രൻ നാഭാഗൻ, ഭാഗമില്ലാത്ത ആളാകൊണ്ട് അക്ഷരാണ് വെച്ചതെന്ന് സഹോദരന്മാർ പഠിച്ചു കൊടുത്തു. ഭ്രാതരോഹം മഹ്യം ഭജാമപിതരം തവ എനിക്ക് ഏതാ ജ്യേഷ്ഠന്മാരെ ഭാഗം എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു നമുക്ക് സമ്പത്ത് ഭാഗമൊന്നും വെച്ചിട്ടില്ല, നീ അക്ഷരം സ്വീകരിച്ചു. സമ്പത്ത് ഭാഗമില്ല, അത് അക്ഷരം സ്വീകരിച്ചോ എന്നോ സഹോദരന്മാർക്ക് അക്ഷരം എടുത്ത് വന്നു. അച്ഛാ ഇങ്ങനെ പറയുന്നല്ലോ, സഹോദരന്മാർ എന്നോട് പറയുന്നത് അക്ഷരയാണ് എനിക്ക് ഭാഗത്ത് തന്നത്. ഇങ്ങനെയാണോ അച്ഛാ ചോദിച്ചു. സമ്പത്തൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് അക്ഷര എനിക്ക് ഭാഗം വെച്ചു എന്നാണ് അവർ പറയുന്നത്. എന്താ അച്ഛാ ഞാൻ ചെയ്യേണ്ടത്? അക്ഷര വെച്ചു എന്ന് മനസ്സിലാക്കിയോടുകൂടി അച്ഛൻ പറഞ്ഞു, നീ ഭയപ്പെടുന്നത് വേണ്ട. ആ പറഞ്ഞ വാസ്തവ ശരിയാണ്. കാരണം വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ടല്ലോ. വയസ്സായി കഴിഞ്ഞാൽ ഞാൻ നാളെ മൊബൈലിൽ കണ്ടിരുന്നു. കാരണം അച്ഛനും മകനും കൂടി പോവുകയാണ്. പോകുമ്പോൾ മുത്തച്ഛനും മകനും പേരക്കുട്ടിയും കൂടി പോകുമ്പോഴാണ് പേരക്കുട്ടിയോട് ചെറിയ മകനോട് അച്ഛൻ പറയുകയാണ്, ആ പീടിയെന്ന് ഒരു പാത്രം കാണുന്നു, ഒരു മൺപാത്രം. അപ്പോൾ അവിടുന്ന് വില അന്വേഷിച്ചത് വില കുറവാണ്. 2 പാത്രം വാങ്ങി. എന്നാൽ 2 പാത്രം വാങ്ങി. 2 പാത്രം വാങ്ങി. എന്തിനാ 2 പാത്രം വാങ്ങിയെന്ന് ചോദിച്ചു. അതിന് പറയാം, വില കുറവല്ലേ. ഇവിടെ കൊണ്ടുവന്ന അച്ഛനെ ഒരു റോഡിൻ്റെ അടുക്കിലാക്കിയിട്ട് ഈ പാത്രം കയ്യിൽ കൊടുത്തു.
അവിടെ ഇപ്പോഴും തിരിച്ചു ഇങ്ങോട്ട് പോയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ 2 പാത്രം വാങ്ങിയത്, ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അച്ഛനും അവിടെ അച്ഛനി വരണ്ടേ, അപ്പോൾ പാത്രം വാങ്ങാൻ പോകണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ശരിയായ ഞാൻ വിളിച്ച് വേഗം കാടുന്ന പുറത്തേക്കിറങ്ങി അച്ഛനെ കൂട്ടി വീട്ടിൽ തന്നെ പോയി. കാരണം ചെറിയ മകൻ്റെ വാക്ക് കേട്ടപ്പോഴാണ് ശരിയായ ഞാനും കുറിച്ച് ഇവിടെ ഭാഗവതം പറഞ്ഞു. പറഞ്ഞത് ശരിയാണ്, ഞാൻ തന്നെയാണ്. എങ്കിലും നീ ഭയപ്പെടൊന്നും വേണ്ട, ഒട്ടും വിഷമിക്കേണ്ട. ഭാഗമില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നും വിചാരിക്കേണ്ട. ഈശ്വരൻ്റെ അനുഗ്രഹം ഇങ്ങനെ നേടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഭയപ്പെടൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ സമാധാനിച്ചു, ഭഗൻ സമാധാനിപ്പിച്ചു. പിന്നെ ഭാഗമില്ലാത്ത ആളാവുകൊണ്ടാണ് നാഭാഗം എന്നുള്ള പേര് വന്നത്. ഭഗൻ പറഞ്ഞു, ഇവിടെ ഋഷീശ്വരന്മാര് ബ്രാഹ്മണരെ യാഗം ചെയ്യുന്നത് യമേ അങ്കിരസ്വത്രം ആഹ്വദേത്യ സുമേധസ ഷഷ്ഠം ഷഷ്ഠമുദേത്യാഹ അവേ മുഖ്യന്തി കർമ്മണ. 6 ദിവസം കൂടുമ്പം അവർക്കൊരു മന്ത്രം അറിയാതിട്ടുണ്ട്. 6 ദിവസം നാം അല്ലെങ്കിൽ വേദത്തെ ഷഷ്ഠം എന്നൊരു ഒത്തുണ്ട്. അതാണ് അതായത് 6 ദിവസം കൂടുമ്പം ചെയ്യാനുള്ള മന്ത്രങ്ങൾ അറിയാതെ അവർ വിഷമിക്കുകയാണ്. അത് നീ പറഞ്ഞു കൊടുത്തു, അറിയാതെ നീ അതുപോലെ പറഞ്ഞു കൊടുക്കണം. പാം സംശയ സൂക്തേ ദ്വേ വൈശ്വദേവേ മഹാത്മന തേ സൂര്യബോധനം സത്രപരിശേഷിതമത്മന. 6 ദിവസം കൊണ്ട് ചെയ്യണ 2 വിശ്വേദേവ മന്ത്രങ്ങളാദ്വേ വൈശ്വദേവേ മഹാത്മന. 2 വിശ്വേദേവ മന്ത്രങ്ങൾ അറിയാതെ അയക്കുന്ന ഈ സൂത്രത്തെ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാൽ നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് അവർ തന്നോളും. ആ യാഗത്തിലെ ബാക്കി വരുന്നതൊക്കെ നിനക്ക് തന്നോളും. അവരത് കഴിഞ്ഞാൽ പിന്നെ ഗൃഹത്തിലൊന്നും പോലെ നേരെ അവർ ഈശ്വരനെ പ്രാപിക്കാൻ പോവുകയാണ്. അവ ബാക്കിയുള്ളതൊക്കെ നിനക്ക് അത് തന്നിട്ടാണ് അവർ പോവുക. ഇത് പ്രകാരം ചെയ്യാൻ പറഞ്ഞ് അത് അവിടെ പോയിട്ട് ഋഷീശ്വരന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരാ യാഗം പൂർത്തീകരിച്ചുകൊണ്ട് ഈ യാഗത്തിൽ ബാക്കി വന്ന വസ്തുക്കളൊക്കെ ഇദ്ദേഹത്തിന് കൈ കൊടുത്തു. ഇനി എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ യാഗഭാഗത്തിലെ ബാക്കി വന്നതൊക്കെ ഈ നാഭാഗന്റെ കയ്യിൽ കൊടുത്ത് അവര് സ്വർഗസ്ഥിതിക്ക് എന്നാൽ പുണ്യപ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ വേണ്ടി പോയി നാം. ഇങ്ങനെ യാഗത്തിൽ വേണ്ട സാധനം ചുറ്റൊക്കെ സ്വർണ്ണപാത്രങ്ങളായുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോരാൻ പുറപ്പെട്ടപ്പോഴാണ് സ്വീകരിഷ്യന്തം പുരുഷം കൃഷ്ണദർശനം ഉവാരോത്തരതോധീത്യ മമേദം വാസ്തുതം വസു. ആ സന്ദർഭത്താണ് ഈ ധനമൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പുറപ്പെട്ടപ്പോഴാണ് വടക്ക് ഭാഗത്തുനിന്നും ഒരാളിങ്ങൾ വരുന്നത്. അതും കറുത്ത തടിച്ച് ഇതൊരാളിങ്ങൾ വന്നു. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്നും കൊണ്ടുപോയാൽ പറ്റില്ല, ഇതൊന്നും കൊണ്ടുപോകരുതെന്ന് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ഇവിടെ കുഞ്ഞി പറഞ്ഞു. എനിക്ക് ഋഷീശ്വരന്മാർ തന്നതാണ്, അച്ഛൻ തന്നിട്ടുണ്ട്. കാരണം മമേതം ഋഷിർദത്തം ഇതി തരിഹി സ്മ മാനവ സ്യാമൗ തേ പിതരി പ്രശ്ന പൃഷ്ടവാൻ പിതരീയഥ. എനിക്ക് അച്ഛൻ തന്നതാണ്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഋഷീശ്വരന്മാർ തന്നതാണ്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇദ്ദേഹം പറഞ്ഞു, അച്ഛനോട് ചോദിച്ചു വരുന്ന ഇവർ കൊണ്ടുപോവാം. അച്ഛനോട് ചോദിച്ചു വരുന്നത് ആർക്ക് അവകാശപ്പെട്ടാന്ന് ചോദിച്ചു വരും. അച്ഛൻ പറയുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്നാണ്. അദ്ദേഹം അവിടെ കാത്തിരുന്ന് അദ്ദേഹം തെറ്റിക്കൊണ്ട് പോകുന്നു. വസ്തുതം ഉച്ഛിഷ്ടം ക്ഷയത്വജിൽ ചക്രുവിഭാഗം ഹി രുദ്രായ സദേവ സർവമരിഹതി. അച്ഛനെ കണ്ട് ചോദിച്ചു, അച്ഛാ ഇന്നൊരാൾ ഒന്ന് പറയുന്നുണ്ട്, ഇത് അങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല, അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് പറയുന്നത്. ശിഷ്യന്മാർ തരാനിട്ടല്ല, അദ്ദേഹത്തിന് അവകാശപ്പെട്ട അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അച്ഛനോട് ചോദിച്ചു വരാനാണ് പറഞ്ഞത്. ഇവിടെ മകൻ പറഞ്ഞു, വസ്തു അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്, എല്ലാം അദ്ദേഹത്തിന്റെ പാദത്തെ നമസ്കരിക്കണം. രക്ഷയാഗത്തില് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ട്, ചക്കുർഹി ഭാഗം രുദ്രായ യാഗത്തിൽ
അവസാനം രാത്രി ബാക്കി വരുന്നതൊക്കെ ശിവനാണെന്ന് ബ്രഹ്മദേവൻ യാഗത്തിൽ പറഞ്ഞിട്ട് അതിന് മഹാദേവനാണ് വന്നതെന്ന ഭാവത്തില് ഉണ്ണി എല്ലാം അദ്ദേഹത്തിന്റെ കാക്കൽ വെച്ച് നമസ്കരിച്ചിട്ട് പോരണം. ഇവിടെ നാഭാഗസ്തം ബ്രഹ്മണ്യാവേശിരവാസ്തുതം ഇത്യാഹമേ പിതാ ബ്രഹ്മൻ ശിരസാ ത്വാം പ്രസാദയേ. ഇവിടെ വന്ന് ഭഗവാനെ നമസ്കരിച്ചു പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അങ്ങേക്ക് അവകാശപ്പെട്ട അങ്ങനെ പറഞ്ഞ് മഹാദേവനെയാണ് നമസ്കരിച്ചു. യാഗശേഷം ബാക്കിയിട്ടുള്ളത് മഹാദേവനാണെന്ന് അച്ഛൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമസ്കരിച്ചു. അദ്ദേഹത്തെ നമസ്കരിച്ചു, സന്തോഷിപ്പിച്ചു. തിരിച്ചു ഇതിന് പോരാൻ വേണ്ടി പുറപ്പെട്ടു. എൻ്റെ അപരാധം, അങ്ങേക്ക് അവകാശപ്പെട്ട വസ്തു ഞാൻ എടുക്കാൻ പോയിട്ട് അപരാധം ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നാഭാഗം നമസ്കരിച്ചത്. മഹാദേവൻ പറഞ്ഞു, നന്നായിട്ടോ അങ്ങത്തെ പിതാവധർമ്മം പുഞ്ച സത്യം പ്രഭാഷസേ ദദാമിതേ മമൃതേ ജ്ഞാനം ബ്രഹ്മസനാതനം. നാഭാഗൻ ഇങ്ങനെ പറഞ്ഞോടുകൂടി മഹാദേവൻ പറഞ്ഞു, നീ നന്നായിട്ട് പ്രവൃത്തി. കാരണം നീയ സത്യം പറഞ്ഞു, അച്ഛനും സത്യം പറഞ്ഞു, ധർമ്മത്തെ അനുഷ്ഠിക്കുകയും ചെയ്തു. എനിക്കിതൊന്നും മോഹമില്ല, ഈ ധനത്തോടൊന്നും എനിക്ക് യാതൊരു മോഹമില്ല. കാരണം നീയും സത്യം പറഞ്ഞു, അച്ഛനും സത്യം പറഞ്ഞു. വാസ്തവം നിങ്ങൾ തന്നെയാണ് നേരെയെന്ന് പറഞ്ഞ ഗ്രഹാണദ്രവിണന്തത്വം മത്സത്രേ പരിശേഷിതം ഇത്യുക്ത അന്തർഹിതോ രുദ്രോ ഭഗവാൻ സത്യവത്സല. എല്ലാം ഭഗവാൻ നാഭാഗം കൊടുത്തു. നീയും സത്യം പറഞ്ഞു, അച്ഛനും സത്യം പറഞ്ഞു. ഹേ ഭാഗവതം എല്ലാ ദിക്കിലും പറയാതെ ഭഗവാൻ ഭക്തവത്സലാണ്. ഇവിടെ ഭാഗവതം പറഞ്ഞത് ഭഗവാൻ സത്യവത്സല. നീ സത്യവും പറഞ്ഞു, അച്ഛനും സത്യം പറഞ്ഞു എന്ന ഭാവത്തില് നീ എല്ലാം ഇപ്പോഴും പറഞ്ഞ് തിരിച്ചാണ് കൊടുത്ത ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവുമാണ് നേടാൻ സാധിച്ചു. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയാണ് ഗുരുവായൂരന്റെ അനുഗ്രഹം വരാൻ സാധിക്കുമാറാണ് ഇവിടെ ഭാഗവതം പറയുന്നത്. ഏത സംസ്മരേ പ്രാത സായഞ്ച സുസമാഹിത കവ്യർഭവതി മന്ത്രജ്ഞോ യതിന്ദൈവമധാത്മന. ഇതിന്റെ ഫലത്തെ ഇത്രയും ചെറിയ ശ്ലോകത്തിന്റെ ഫലത്തെ തന്നെ ഭാഗവതം പറഞ്ഞ് ആരാണോ ഇത് സായം പ്രാത സായം സുസമാഹിത, അതും രാവിലെയും സന്ധ്യയ്ക്കും ഇതാരാണോ വായിക്കുന്നത്, കേൾക്കുന്നത്, സ്മരിക്കുന്നത് അവർക്ക് കവിയർഭവതി മന്ത്രജ്ഞോതിജൈവധാത്മന, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് സ്മരിക്കാൻ സാധിച്ചാൽ ഏത് സംസ്മരേൻ പ്രാത സഹായം സുസമാഹിത കവിയർഭവതി മന്ത്രജ്ഞോ യതിജൈവധാത്മന, അവർക്ക് ആദ്യത്തില് പരമാത്മാവായ ഭഗവാനെ പ്രാപിക്കാനും പിന്നെ ഈ ദുഃഖം അനുഭവിക്കാൻ വരുമല്ല. ഈ ജന്മമരണമായ ദുഃഖം അനുഭവിക്കാൻ, ഈ സംസാര ദുഃഖം അനുഭവിക്കാൻ പിന്നെ അവന് അവസരമില്ല, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഈ ജന്മത്തോട് കൂടി ഈ നാഭാഗനോട് പറഞ്ഞതും നാഭാഗൻ ശ്രീമഹാദേവനെ കണ്ട് നമസ്കരിച്ചതും മഹാദേവന്റെ അനുഗ്രഹരൂപമായ വാക്കും സ്മരിക്കുകയെ വായിക്കുകയെ കേൾക്കുകയെ ചെയ്താൽ അവർക്കൊക്കെ അന്ത്യത്തില് ഭഗവാനെ സ്മരിക്കാനും ഭഗവത് പാദത്തിൽ എത്താനും പിന്നെ ഈ സംസാര ദുഃഖം അവർക്ക് ഉണ്ടാവുന്നില്ല, ഇല്ലാതാവും എന്ന് ഭാഗവതം പറയുന്നു. ആ നാഭാഗന്റെ പുത്രനായിട്ടാണ് നാഭാഗാദംബരീഷോ ഭൂൻ മഹാഭാഗവത കൃതി നാപൃശൽ ബ്രഹ്മശാപോപി എന്ന പ്രതിഹത കുരിൽ. നാഭാഗന്റെ പ്രാധാന്യത്തെ പറയുമ്പോഴാണ് ആ നാഭാഗന്റെ വംശത്തിലാണ് നാഭാഗൻ എന്നാണ് മഹാഭാഗവതനായ അംബരീഷൻ ഉണ്ടായത്. ഈ അംബരീഷനാണെങ്കിലോ പരമഭക്തനാവാൻ കാരണം അദ്ദേഹത്തിന്, മഹാഭാഗവതനാവാൻ കാരണം അദ്ദേഹത്തിന് ദുർവാസാവിന്റെ ശാപം പോലും ബ്രാഹ്മണ ശാപം പോലും കേൾക്കേണ്ടി വന്നില്ല. ബ്രാഹ്മണ ശാപം പോലും അദ്ദേഹത്തെ ബാധിച്ചില്ല. ഭഗവാന്റെ വംശം പോലും ബ്രാഹ്മണ ശാപം കൊണ്ട് നശിച്ചെങ്കിൽ ഭക്തരെ
പോലെ അയാൾ ദേശാണെങ്കിൽ ഭാഗവതം പറയുന്നു ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേസ്തസ്യ ശ്രീമത നാഭൂത്യത്ര വിമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യയ. പരീക്ഷിത്ത് വന്ന് ആദ്യം വിസ്തരിക്കണം അംബരീഷിന്റെ കഥ. ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേസ്തസ്യ ധീമത. ആ അംബരീഷ മഹാരാജാവിന്റെ കഥ വിസ്തരിച്ച് കേൾക്കണം. കാരണം എത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യയ. ബ്രാഹ്മണശാപം പോലും അദ്ദേഹത്തിനെ ബാധിച്ചില്ലെങ്കിൽ താങ്കൾ വന്നിരിക്കാൻ കാരണം ബ്രാഹ്മണശാപം ഹേതുവായിട്ടാണ്. ബ്രാഹ്മണശാപം ഏതൊരാൾക്കും അത് മറികടക്കാൻ ആർക്കും പറ്റില്ല എന്ന് ഭഗവാന്റെ ഭൃത്യന്മാര് പോലും വർണ്ണിച്ചതാണ്. കാരണം ബ്രാഹ്മണ ശാപത്തിനൊരു പ്രതിവിധി ഇല്ല എന്ന് ഭഗവാന്റെ ഭൃത്യന്മാരായ ഏഴിയന്മാർ പോലും പറഞ്ഞതാണ്. താനും ബ്രാഹ്മണ ശാപം നിമിത്തമാണ് ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്നത്. അങ്ങേക്ക് അംബരീഷന് ബ്രാഹ്മണ ശാപം ബാധിച്ചിട്ടില്ലെങ്കിൽ ആ കഥ എനിക്ക് വിസ്തരിച്ച് കേൾക്കാം. അംബരീഷൻ കഥ വിസ്തരിച്ച് കേൾക്കാം. അപ്പൊ ശ്രീ ശിവബ്രഹ്മർഷി മോഹൻലാലിനെ പറയാവുന്നേ. മോഹൻലാവ് കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ കുറഞ്ഞാണെങ്കിൽ പരീക്ഷിച്ച് കുറഞ്ഞല്ല. കാരണം ഇനി വേറൊന്നും തനിക്ക് ആശയില്ല, വേറൊന്നും വേണമെന്നില്ല, എല്ലാം വിട്ടായിട്ട് വന്ന ഭാവത്തിലാണ് കേൾക്കാൻ മോഹൻലായപ്പം ശ്രീ ശിവബ്രഹ്മർഷി വർണ്ണിക്കുന്നു. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാരുലം ഭുവി മേനീരുല്ലഭം ഗുഹം സർവം തൽ സ്വപ്നസംസ്തുതം വിദ്വാൻ വിഭവനിർമ്മാണം തമോ വിശതി യൽപുമാൻ. അംബരീഷ മഹാരാജാവ് വാസ്തവം അംബരീഷോ മഹാഭാഗ ഭാഗ്യവാനാണ്. വാസ്തവം അംബരീഷ മഹാരാജാവ് എന്തുകൊണ്ടല്ല, എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. നല്ല കുലത്തെ ജനിക്കാൻ സാധിച്ചു, ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്ത പുണ്യം കൊണ്ടായതൊക്കെ സാധിച്ചെന്ന ഭാവത്തില് 7 ദ്വീപിന്റെയും അധിപതിയായിരുന്നു അംബരീഷൻ. സപ്തദ്വീപവതീം മഹീം 7 ദ്വീപിന്റെയും അധിപതിയായ മഹാരാജാവ് അംബരീഷന് എത്രയാണ് സമ്പത്ത് എന്ന് ഒതുക്കാൻ നിശ്ചയില്ല. അവ്യയാണ് എത്രയാണ് സമ്പത്തുള്ളതെന്ന് ഒതുക്കാൻ നിശ്ചയില്ല. അത്രയും സമ്പത്തിന്റെ അധിപതിയായുള്ള മഹാരാജാവാണ് അംബരീഷൻ. എന്നാ വാസ്തു ഇതൊക്കെ സ്വപ്നത്തിൽ കാണും പോലെ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹത്തിന് സുഖം തരാൻ ഈ ധനമൊന്നും ആയിട്ടില്ല. അദ്ദേഹം നല്ല വാസ്തവം നിത്യാനന്ദം അനുഭവിക്കുന്ന ആളാണ് അംബരീഷ മഹാരാജാവ്. വിഷയസുഖത്തെ അല്ല, അദ്ദേഹം ഈശ്വരനെ ആശ്രയിക്കുന്ന ആളാണ്. സദാസമയത്തും വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേകം ലോഷ്ടവൽകൃതം. പരമവിരക്തനായ മഹാരാജാവാണ് അംബരീഷൻ. എന്നാൽ അദ്ദേഹം എന്താ വേണ്ട? സദാസമയത്തും ഭക്തിയാണ്. ഭക്തന്മാരോട് ബന്ധപ്പെടാൻ തദ്ഭക്തേഷു ച സാധുഷു സജ്ജനങ്ങളായ ഭക്തന്മാരെ കണ്ടുമുട്ടുക, ഭാഗവതാദി കഥകള് കേൾക്കുക, നാമം ജപിക്കുക, മറ്റൊന്നും വേണ്ട അദ്ദേഹത്തിന്. പിന്നെ ഭക്തന്മാരോട് കൂടിയിരിക്കുക, ഭാഗവതാദി കഥകള് കേൾക്കുക, കഥകള് പാടുക. ഭക്തന്മാർ എന്തെന്നില്ലാത്ത ഭക്തിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് കാരണം ഈ രാജ്യഭാരത്തെ വാസ്തവം എങ്ങനെ കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു മണ്ണാമട്ടം കഴിയും. സപ്തദ്വീപിന്റെയും അധിപതിയാണെങ്കിലും അദ്ദേഹത്തെ അതൊന്നൊരു വിലയില്ല. അദ്ദേഹം ഭജനങ്ങളെ കണ്ടുപിടിക്കുക, ഭാഗവതാദി കഥകളെ കേൾക്കുക, നാമം ജപിക്കുക, ഇതിനാണ് ശ്രദ്ധ. സദാസമയത്തും അദ്ദേഹത്തിന് സവൈ മനഃകൃഷ്ണപദാരവിന്ദയോർവജാം ശ്രീവൈകുണ്ഠഗുണാനുവർണ്ണനെ കരോഹരേർ മന്ദിരമർജനാദിഷു ശ്രുതിഞ്ചകാരച്യുത സൽക്കഥോദയേ. മഹാരാജാവിന്റെ അവസ്ഥ സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ സേവിക്കുന്ന മഹാത്മാവാണ്. മനസ്സുകൊണ്ട് സദാസമയം
സമയത്തും സവൈവന കൃഷ്ണപദാരവിന്ദയോ ഭഗവാന്റെ പാദത്തെ സ്മരിക്കുകയാണ്. വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ഭഗവാന്റെ പാദത്തെ സ്മരിക്കുന്നു. വാക്കുകൾ എന്തെങ്കിലും പറയണേ വേണ്ടൂ. ഇന്നത് പറയാനുണ്ടോ? നാ പറയണ വാക്കുകള് വജാംസി വൈകുണ്ഠ ഗുണാനുവർദ്ധനെ ഭഗവാന്റെ ഗുണങ്ങളാണ്. ആരെങ്കിലും കണ്ടുമുട്ടിയാല് ഭഗവാന്റെ ഗുണങ്ങളാണ് പറയാനുള്ളത്. മറ്റൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ആരും കാണില്ലെങ്കിൽ നാമം ജപിക്കാം, ഭഗവാന്റെ പാദത്തെ സ്മരിക്കാം. അങ്ങനെ വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ മഹിമയെ പറയാം. കൈകളെ കൊണ്ട് കരോഹരം മന്ദിരമാർജനാദിഷു കൈകളെ കൊണ്ട് ഹരയം മന്ദിരമാർജനാദിഷു അമ്പലം അടിച്ചു വരാം. ക്ഷേത്രങ്ങൾ അടിച്ചു വരാണ് കൈകളെ കൊണ്ട് ചെയ്യുന്നത്. അതൊരു വേലക്കാരനോ പണിക്കാരനോ ഒന്നും അല്ല. മഹാരാജാവ് ബദ്ധദ്വീപിന്റെയും അധിപതിയായ മഹാരാജാവാണ്. പണ്ടൊക്കെ ഭഗവാന്റെ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു എന്നാ ഭാഗവതം പറയുന്നത്. രാജാക്കന്മാരെ കിട്ടിയ ഭരണം കൊണ്ട് ഭഗവാനെ സേവിക്കാനായും അവർ ഉപയോഗിക്കുന്നു. ഇന്നത്തെ പോലെ ഭഗവാനെ ഭരിക്കാനല്ല. ഭഗവാനെ ഭരിക്കാനാരും വരണ്ട. ഭഗവാൻ ഒരു ജോലി വന്നെങ്കിൽ അതുകൊണ്ട് ഭഗവാനെ സേവിക്കാണ് ദേവസ്വം ചെയർമാനായ ചെയ്യേണ്ടത്. ഗുരുവായൂരപ്പൻ തൊഴാനോ എന്തിനായി ജോലി വന്നത്? ഗുരുവായൂരപ്പൻ തൊഴാനും സേവിക്കാനുമാണ്, ഭരിക്കാനൊന്നും അല്ല. തെറ്റുന്ന ആൾക്കാർ ഭരിക്കാൻ അവിടെ പോയിട്ടാണ് ഭരിക്കാനല്ല. ഭരിക്കാനൊന്നും ഗുരുവായൂരപ്പൻ അറിയാം. ഭഗവാനെ സേവിക്കാൻ ഒരു ജോലി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ജോലി കൊണ്ട് ഭംഗിയായി ഭഗവാനെ സേവിക്കാൻ ഇവിടെ നോക്കുന്ന മഹാരാജാവ് ആണെങ്കിൽ കരോഹരേ മന്ദിരമാർജനാദിഷു അമ്പലം വൃത്തിയാക്കാൻ മതി രാജാവിന്റെ ജോലി. പിന്നെ കാതുകളെ കൊണ്ട് കാതുകളെ കൊണ്ട് ചെയ്യണത് എന്തിനും കേൾക്കലേ വേണ്ടൂ. എന്നാ ഇത് കേട്ടോളൂ. എന്താ കേൾക്കേണ്ടത്? ഭഗവാന്റെ മഹിമയാണ്, ഭഗവാന്റെ കഥകളാണ്, ഭഗവാന്റെ തിരുനാമങ്ങളാണ്. സദാസമയത്തും ശുദ്ധിഞ്ചകാരച്യുത സൽക്കഥോ നല്ല കഥകളെ കേൾക്കാം. ഇങ്ങനെ കൈകളെ കൊണ്ടും കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇങ്ങനെ തന്നെയാണ് ഭഗവാനെ സേവിച്ചിരുന്നു. കാതുകളെ കൊണ്ട് ഭഗവാന്റെ കഥകളെ കേൾക്കാം. മുകുന്ദലിംഗാലയദർശനേ ദൃശോ തദ്ഭൃത്യഗാത്രസ്പർശംഗസംഗമം ഘ്രാണഞ്ച തത്പാദഭരോജസൗരഭേ ശ്രീമത്കുളസ്യ രസനാം പദർപ്പിതേ. ഭഗവാന്റെ കണ്ണുകള് മുകുന്ദലിംഗാലയദർശനേ ദൃശോ. എന്തിനാ ഭഗവാൻ കണ്ണുകൾ തന്നത്? എന്തിനാ ഭഗവാൻ കണ്ണുക? കണ്ണനെ കാണാനാണ്. അപ്പൊ ഭാഗവതാദികൾ വായിക്കാൻ കണ്ണിന് കാറ്റുണ്ടായാലേ പറ്റുള്ളൂ. ആണ് ഗുരുവായൂർ സ്വാമി പറഞ്ഞത്. ഞാൻ ബൈഹാട്ടാക്കാൻ നോക്കാറ്. അത് കണ്ണിന് കാറ്റില്ലാതെയായാലോ ഇത് വായിക്കാൻ പറ്റുമോ? അപ്പൊ ഈ കണ്ണ് തന്നത് ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാനും ഭഗവാനെ കാണാനുമാണ് കണ്ണ് തന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അതാണ്. അതുപോലെ ഓരോരോ ഇന്ദ്രിയങ്ങളും അങ്ങനെ ആക്കണം എന്നാണ്. തദ്ഭൃത്യഗാത്രസ്പർശംഗസംഗമം തത്പ്രാണഞ്ച തത്പാദസരോജസൗരഭേ. മൂക്കെന്തിന ഭഗവാൻ തന്നത്? ഭഗവാന്റെ പാദത്തില് ചാർത്തിയുള്ള തുളസിയുടെ ഗന്ധത്തെ ആഘ്രാണിക്കാനാണ് മൂക്ക് തന്നത്. ഭക്തന്മാരായിട്ട് ബന്ധപ്പെടാനാണ് ഈ ശരീരം തന്നെ ഭഗവാൻ തന്നതെന്നാണ്. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അതാത് കർമ്മങ്ങൾ ചെയ്യാം. നാവ് കൊണ്ടും അതുപോലെ തന്നെ എന്നാണ്. ഈ നാവ് എന്തിനു തന്നു ചോദിച്ചാല് വേണ്ടാത്തത് പറയാനല്ല, ഭഗവാന്റെ കഥകൾ പറയാനും നാമത്തെ കീർത്തിക്കാനും ഭഗവാൻ നിവേദിച്ച ഭക്ഷണം കഴിക്കാനൊക്കെയാണ് നാവ് തന്നത്. നാവിന്റെ കർമ്മം അതാക്കണം എന്നാണ്. ഇങ്ങനെ ഓരോന്നും പാദങ്ങള് പാദൗഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ചാസ്യേതമുഖാമകാമ്യയാശ്രയാരതി. പാദങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത് ശ്രീഹരിയെ പ്രദക്ഷിണം വെക്കാനാണ് പാദം തന്നത്. ഇങ്ങനെ ഓരോരോ പുണ്യ സ്ഥലങ്ങളിലേക്ക് പോകും.
മധുരയ്ക്ക് പോകുന്നുണ്ട്, കാശിക്ക് പോകുന്നുണ്ട്, പുറപ്പെടുന്നേ. കാല് വയ്യാതെ പോകാൻ പറ്റുമോ? അപ്പൊ കാല് തന്നിട്ടൊക്കെയാണ് പുണ്യസ്ഥലങ്ങളെ സഞ്ചരിക്കാനും ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം വയ്ക്കാനൊക്കെയാണ് പാദങ്ങൾ തന്നത്. അങ്ങനെ ആവണം പാദം, അതിനായിട്ട് ഉപയോഗിക്കണം എന്നാണ്. ശിരസ് ശ്രീഹരിയെ നമസ്കരിക്കാനാണ് ശിരസ് എന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ഭഗവാനെ നമസ്കരിക്കുക. ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശിരസ് തന്നത്. ഓരോരോ ഇന്ദ്രിയങ്ങളും കാമം ഇതിനൊരു രതി ഉണ്ടാവണം. ഇങ്ങനെ ഈ സകല സംസർഗത്തില് ഭഗവാന്റെ കഥയിലൊരു രതി ഉണ്ടാവാൻ സാധിച്ചാൽ അത് മെല്ലെ മെല്ലെ ഉണ്ടായിക്കൊള്ളും എന്നർത്ഥം. അങ്ങോട്ടാക്ക, നമസ്കാരാക്കുക, പൂജയാക്കുക, കഥകൾ കേൾക്കുക, കഥകൾ പാടുക, അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അതിനോടൊരു രതി ഉണ്ടായിത്തീരും. എല്ലാ ഇന്ദ്രിയങ്ങളും അതിന് പാകത്തിനാക്കണം എന്നാണ്. ഏവം സദാ കർമ്മകലാപമത്മനം പരേധിയജ്ഞേ ഭഗവത്യധോക്ഷജേ സർവാത്മഭാവം വിദധം മഹീമിമം സദാസമേതും സർവേശ്വരനായ ഭഗവാനെ സേവിക്കുക. സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ സേവിച്ചുകൊണ്ട് കാലം കഷ്ടപ്പെടുക. ഭഗവാൻ തന്നെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകളെ കേട്ട് ഭഗവാന്റെ കഥകളെ പാടി ഭഗവാന്റെ നാമത്തെ കീർത്തിച്ചുകൊണ്ടും സദാസമേതും മഹാരാജാവ പരമഭക്തനായി മാറി നടക്കും. എന്നാൽ അദ്ദേഹം ഈ ദേശ്വമേധൈരധിയജ്ഞമീശ്വരം മഹാഭൂത്യോപരിതംഗദക്ഷിണയ്യ തദേർവശിഷ്ടാശിതൃതമാതിഭിർധന്വന്നഭിശ്രോതമസൗ അദ്ദേഹം എത്രയാണ് സമ്പത്ത് നിശ്ചയിച്ച് അദ്ദേഹം യാഗങ്ങളാണ് ചെയ്യും. അനവധി യാഗങ്ങൾ ചെയ്യുന്ന ഇന്ന് യാഗത്തില് അനവധി യാഗം ചെയ്ത പങ്കെടുത്ത ആൾക്കാർക്ക് ധാരാളം ദക്ഷിണയും സമർപ്പിച്ച് അനവധി യാഗം ചെയ്തുകൊണ്ട് ഈശ്വരന് തന്നെ മഹാരാജാവ് സദാസമയത്തും പൂജിച്ചുകൊണ്ട് അങ്ങനെ യാഗങ്ങൾ നടത്തിയതിൽ പങ്കെടുത്തുള്ള ഋഷീശ്വരന്മാര് വസിഷ്ഠൻ, അസിതൻ, ഗൗതമൻ തുടങ്ങിയ മഹാബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ടാണ് അതിവിശിഷ്ടമായി യാഗം ചെയ്യാം. അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ദക്ഷിണം ചെയ്യണം. ഈ മഹാരാജാവിന്റെ യാഗം എല്ലാവരും കാണും. സരസ്വപ്പെട്ട ആൾക്കാരും ഭക്തികളും എല്ലാവരും നല്ല വസ്ത്രവും അലങ്കാരവും ഒക്കെ ആയിട്ടാണ് ദേവന്മാരോട് കൂടി അവിടെ ഇരിക്കുന്നു. അത്രയും വിലപ്പെട്ട വസ്ത്രങ്ങളൊക്കെ രാജാവ് ഇവർക്കൊക്കെ വാങ്ങി കൊടുത്തുകൊണ്ട് യാതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ദേവന്മാരെ പോലെ എല്ലാവർക്കും കാണാൻ പാകത്തിനാണ് അന്നത്തെ യാഗം. അന്ന് ദേവന്മാർ പോലും യാഗഭാഗം വാങ്ങാൻ വേണ്ടി നേരിട്ട് തന്നെ വന്നിരുന്നു. അങ്ങനെ ദേവന്മാരൊക്കെ ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിരുന്നു. നമുക്കൊന്നും അവരെ കാണാൻ പറ്റില്ല. അങ്ങനെ വരുന്ന യാഗഭാഗം സ്വീകരിക്കുന്നത് കാണാൻ പറ്റിയിരുന്നു. അന്നത്തെ ജനങ്ങളാണെങ്കിൽ സ്വർഗോദപ്രാർത്ഥിതോയസ്യമനുജൈരഭരപ്രിയ ശൃണ്വദ്ഭിരുഭഗായദ്ഭിരുത്തമശ്ലോകരേഷ്ഠിതം. അന്നത്തെ ആൾക്കാർക്കാണെങ്കിൽ സ്വർഗത്തിൽ പോകണമെന്ന് മോഹമില്ല. മഹാരാജാവിന് സ്വർഗത്തിൽ പോകണമെന്ന് മോഹമില്ല. ജനങ്ങൾക്കും ആ ഒരു മോഹമില്ല. കാരണം അവർക്ക് ഇവിടെ കൂടിയാവുന്ന മഹാരാജാവിന്റെ രാജ്യത്താണ് കൂടിക്കഴിഞ്ഞാലുള്ള ഗുണം സദാസമയത്തും ഭഗവാന്റെ കീർത്തനങ്ങളെ കേൾക്കാം, കീർത്തനങ്ങളെ പാടാം, ഭഗവാന്റെ നാമം ജപിക്കാം, സജ്ജനങ്ങളെ കാണാൻ സാധിക്കും, ദേവന്മാരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് പോലും സ്വർഗത്തിൽ പോകണമെന്ന് മോഹമില്ല. അതിലും സുഖമാണ് മഹാരാജാവിൻ ഈ രാജ്യത്ത് ജീവിക്കാൻ. അതിലും സുഖാണ്ട ആനന്ദം അനുഭവിക്കാൻ പറ്റും. കാരണം സദാസമയത്തും ഭഗവാന്റെ കഥകളെ കേൾക്കാം, കഥകളെ പാടാം, സജ്ജനങ്ങളെ കാണാം, നാമം ജപിക്കാം. സമർത്ഥേന്ദിതാൻ സ്വരാജ്യ പരിഭാവിത ദുർലഭാനാഭിസിദ്ധാനാം മുകുന്ദം ഹൃദിവശ്യത. സ്വർഗത്തേക്കാൾ സുഖമായിട്ട് കണ്ടെത്തിയ മാർഗം
സമർത്ഥയന്തി താൻ കാമാ സ്വരാജ്യപരിഭാവിത ദുർലഭാവിഷിദ്ധായ ദുർലഭമായി കിട്ടുന്ന അവസരം എന്താന്ന് ചോദിച്ചാല് മുകുന്ദം ഹൃദി വശ്യത. അങ്ങനെ കഥന കേട്ട ലയിച്ചങ്ങനെ കഥന പാടുമ്പോ ഉണ്ടാവുന്ന എന്താന്ന് ചോദിച്ചാല് ഭഗവാൻ ഉള്ളത് കാണാൻ സാധിക്കും. അതാണ് ഗുണം. മുകുന്ദം ഹൃദി വശ്യത, അവര് കാണുന്നു. അപ്പൊ ഇതിനും സുഖം വേറെ എവിടെയില്ല, സ്വർഗത്തിനൊന്നും പോണ്ട. അംബരീഷന്റെ രാജ കഴിക്കണം. എന്നാൽ ഏതൊരാൾക്കും രാജാവിനെ കാണാൻ പോവാൻ ഒരു ബുദ്ധിമുട്ടില്ല. നാമം ചോദിച്ചാൽ ഏതൊരാളും കയറി തരാന്ന രാജാവിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ രാജാവ് ഇറങ്ങി വരും ജീവിതത്തിൽ എക്സ്പോർട്ടൊന്നും വേണ്ട, അതായിട്ട് നടക്കാം. ഒന്നും വേണ്ട, അതൊന്നും കാണിക്കരുത്. എല്ലാവരും ഇത് മാത്രമേ ഉള്ളൂ. കയ്യും കൊട്ടിക്കൊണ്ട് അങ്ങനെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. സദാസമയത്തും ഇപ്പൊ ഉള്ളഭമായി കിട്ടുന്ന അവസരമാണ്, ഭാവത്തിലാണ് എല്ലാവരും ഭക്തന്മാരായി മാറി ഭജന ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, ഒന്നും വേണ്ടാതെ അത്രയും മഹാത്മ്യമുള്ള ആൾക്കാരായിരുന്നു അംബരീഷിന്റെ ജനങ്ങൾ പോലും. സ്വയുദ്ധം ഭക്തിയോഗേന തപോയുക്തേന പാർത്ഥിവ സ്വധർമ്മേണ ഹരിം പ്രീണൻ സന്താൻ സർവാൻ. എന്നാൽ എല്ലാവരും രാജാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ജനങ്ങളെന്ന ഭാവത്തിലാണ്. രാജാവ് ഭഗവാനെ സേവിക്കുമ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ സ്വധർമ്മം കൊണ്ട് ശ്രീഹരിയെ സേവിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ സകല കർമ്മങ്ങളും ഭഗവതപരമായി ചെയ്ത് എല്ലാവർക്കും ഇന്ദ്രിയജയം വന്നു. ഒന്നിനോടും മോഹമില്ലാതെയുള്ള സ്വധർമ്മം മുഴുവൻ ഈശ്വരാരാധനയാക്കി മാറ്റിക്കൊണ്ട് സജ്ജന സംസർഗവും നേടിക്കൊണ്ട് മറ്റൊന്നും ഇല്ലാതെ കണ്ട് വിഷയത്തൊന്നും എല്ലാം എല്ലാവരും പോകുന്നതാണ്. പെട്ടെന്ന് പോകാൻ പറ്റില്ല, പെട്ടെന്ന് വിഷയത്തൊന്നും വിട്ടുപോകാൻ പറ്റൂല. പെട്ടെന്ന് പോന്നാൽ അതുപോലെ അങ്ങനെ പോകും. എന്നെ പത്മസ്കന്ധം പറഞ്ഞിട്ടുണ്ട്. വാങ്കാശ്യ അപത്രവാദമുണ്ട്. ആശ്രമം ചെയ്യുന്ന പ്രമാണം എല്ലാം വലിയ വിഷയങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. പെട്ടെന്ന് മാറ്റിയാൽ പിന്നെ വേണം തോന്നിയാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സന്യാസം കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിക്കാൻ തോന്നിയാൽ സന്യാസം കഴിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. സന്യാസം നിർബന്ധമായിട്ട് പറഞ്ഞില്ല. നല്ലോണം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നാൽ ഛർദ്ദിച്ച് കഴിക്കുന്ന ഫലമാണ്. അപ്പൊ ദോഷമാണ് പിന്നീട്. അപ്പൊ സന്യാസിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നല്ലോണം മോഹം ഉണ്ടെങ്കിൽ മാത്രം, നല്ല വൈരാഗ്യം പറഞ്ഞാൽ മാത്രമേ വേണ്ടൂ. സന്യസിക്കാനെക്കാട്ടൊക്കെ സുഖപ്പോ ആരും സന്യസിച്ചിട്ടില്ല, പള്ളികൾ സന്യസിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും ഈ മനസ്സിൽ ജയിക്കാൻ ആർക്കും സാധ്യത. അതുകൊണ്ട് നല്ലത് അതിലൊക്കെ ശ്രേയസ്സായിട്ട് തന്നെയാണ്. ഇതിൽ കൂടി അങ്ങനെ ഭഗവാനെ സേവിക്കുക. അന്തരീക്ഷ ജനങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാവരും ഭഗവാനെ സേവിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ വിഷയത്തൊന്നും മനസ്സിനെ കുറേശ്ശെ മെല്ലെ എടുത്ത് ഭഗവാനെ വയ്ക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അന്തരീക്ഷായ തനിക്കുള്ളതും മുഴുവൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ഗൃഹേഷു ദ്വാരേഷു സുഖേഷു ബന്ധുഷു ദിവോത്തമസ്യന്തനവാദിവർത്തിഷു അക്ഷയ്യരത്നാഭരണാൽഘാനിഷ്വനന്തകോശേഷു അകരോധസന്മതി. സകല വിഷയങ്ങളും വിടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആൾക്കാർ മുഴുവൻ അദ്ദേഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഗൃഹവും കൊട്ടാരവും അതുപോലെ പത്നിമാരും കുട്ടികളും നല്ല ബന്ധുക്കള് ധനം എല്ലാം അദ്ദേഹം ഭഗവാന്റെ ഭാഗത്ത് സമർപ്പിച്ചു. ഭഗവാനെ അന്നും കൊത്തിക്കൊടുക്കണം. ഇതൊന്നും നോക്കാൻ സമയമില്ല, അറിയില്ല. അത് നോക്കങ്ങട് വിട്ടിട്ട് സദാസമയത്തും ഭഗവാനെ സേവിക്കുക. ഭണ്ഡാരവും കാക്കോലും നല്ല മുഴുവൻ ഭഗവാന്റെ ഭാഗത്തിലാണ്. ഭഗവാൻ നോക്കിക്കൊള്ളുന്നു. എല്ലാം ഭഗവാനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അത് ആത്മാർത്ഥമായിട്ട് ഏൽപ്പിക്കാൻ സാധിക്കണം. മുഴുവനും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. അതോടുകൂടി അദ്ദേഹത്തിനുണ്ടായ സൗഭാഗ്യം ചിന്തനൊന്നല്ല. തസ്മാദാധരിഷ്ടക്രം പ്രത്യനീക ഭയാവഹം ഏകാന്ത ഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. അംബരീഷൻ എല്ലാം ഭഗവാൻ സമർപ്പിച്ചതും ഭഗവാൻ
പറഞ്ഞിട്ടില്ല. കക്ര എനിക്ക് തരുമെന്ന് അംബരീഷൻ പറഞ്ഞിട്ടില്ല. അംബരീഷൻ പറയാതെ തന്നെ ഭഗവാൻ അങ്ങനെ കൊടുക്കുകയാണ്. ഭക്തന്മാരൊന്നും ആവശ്യപ്പെടാറില്ല. ബലി ഭഗവാനോട് പറഞ്ഞിട്ടില്ല എന്റെ ഭൃത്യനാവണേന്ന് ബലി പറഞ്ഞിട്ടൊന്നുമില്ല. ഭഗവാൻ ഞാനാവാൻ അങ്ങോട്ട് പറഞ്ഞില്ല. ഇതുപോലെ തന്റെ ചക്രത്തെയാണ് ഭഗവാൻ അംബരീഷൻ കൊടുത്ത്. ആർക്കൊന്നും ചക്ര ആണെന്ന് മനസ്സിലായിട്ടില്ല. ഈ ഭക്തി ഭഗവാൻ സന്തോഷിച്ച് അതും ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഈ ചക്രം. അതുപോലെ ഭൃത്യനെ രക്ഷിക്കുന്നതാണ്. തസ്മാദാ ധരിശ്ചക്രം പ്രത്യനീക ഭയാവഹം. ഏകാന്ത ഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. ഭൃത്യനെ അനുഗ്രഹിക്കുന്നതും ശത്രുക്കൾക്ക് ഭയം ഉണ്ടാക്കുന്നതുമായ ചക്രത്തെയാണ് ഭഗവാൻ അംബരീഷൻ ഉറപ്പിച്ചത്. ഒരു ദിവ്യനായ ബ്രാഹ്മണനായിട്ടാണ് വന്നത് ചക്രം വന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പത്നി അതുപോലെ തന്നെ ഭാഗവതം പറയുന്നത് ആരിരാധേഷു കൃഷ്ണം മഹിഷ്യ തുല്യശീലയ. രാജാവിന്റെ പത്നിയും അതുപോലെ പരമഭക്തയായിരുന്നു. രണ്ടുപേരും ഭക്തന്മാരാവണം. വിവാഹ ജീവിതം ഇങ്ങനെ വേണം. രണ്ടുപേരും ഒരുപോലെ വേണം. കാരണം ഭർത്താവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാവണം പത്നി എന്ന ഭാവം ഇവിടെ അതുപോലെ തന്നെയാണ്. പത്നിയും ഭഗവാനെ സേവിക്കാണ്. ആരിരാധേഷു കൃഷ്ണം മഹിഷ്യ തുല്യശീല. ഭർത്താവിനെ പോലെ തന്നെ ഭക്തി പത്നിക്കുണ്ട്. ഇത്രയൊക്കെ ഭഗവാനെ സേവിച്ചിട്ടും തോന്നി മഹാരാജാവിന് ഭക്തി പോരാ. ഇങ്ങനെയൊക്കെ ആയിട്ടും ഭക്തി പോരാ പറഞ്ഞപ്പോ ഭക്തി ഉണ്ടാവാൻ എന്താ നല്ലത് ചോദിച്ചു. ശീശ്വരന്മാരെ കണ്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഏകാദശിയാണെങ്കിൽ മുഴുവൻ അനുഷ്ഠിക്കും. ദ്വാദശിയാണെങ്കിൽ ഒരു കൊല്ലം അനുഷ്ഠിക്കണം. ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. ഈ കൊട്ടാരത്തിന്റെ കാര്യം ആർക്ക് എത്തിക്കണ്ടേ? ഈ ദിവ്യനായ ബ്രാഹ്മണനെ കണ്ടപ്പാണ് താക്കോലം ചക്രമാണ് ദിവ്യനായിട്ട് വന്നത്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? കാളിന്തി തീരത്തേക്കാണ്, മധുവനത്തേക്കാണ്. ഭഗവാൻ നിത്യസാന്നിധ്യമുള്ള സ്ഥലമാണ് മധുവനത്തിൽ. അവിടെ പോയി ദ്വാദശി വ്രതം അനുഷ്ഠിക്കാണ്. എനിക്ക് വേണ്ടി സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടാണ് പത്നിയോട് കൂടി ദ്വാദശി വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. അതും വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിത സ്നാതകദാലിൽ കാളിന്ത്യം ഹരിം മധുവരിൽ. ദശമി ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാം. പിന്നെ ഏകാദശിക്ക് ഒന്നും കഴിക്കാതെ കണ്ട് ദ്വാദശിക്ക് ആ സമയത്ത് പാഴ്മ കഴിക്കുക. അതാണ് നിയമം, വിധി അതാണ്. ഇങ്ങനെ 3 ദിവസം ഉറങ്ങാതെ കണ്ട് വേണമെന്നാണ്. പ്രധാനേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷി. ദശമി ദിവസവും ഏകാദശി ദിവസവും ദ്വാദശിക്ക് അന്നും ഉറങ്ങാൻ പാടില്ല. എന്നാൽ ദശമിക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് ഏകാദശിക്ക് ഒന്നും കഴിക്കാതെ കണ്ട് ദ്വാദശി ഈ സമയത്ത് പാടില്ല. ഇങ്ങനെ ഓരോരോ അത് കാർത്തിക മാസത്തിലാണ് കെട്ടിയതെന്നാണ്. അതിൻ്റെ ആരംഭം തന്നെ കാർത്തിക മാസം. പ്രധാനമേ കാർത്തികേ മാസം. കാർത്തിക മാസത്തിലാണ് ഈ വ്രതം ആരംഭിക്കുന്നത്. ഓരോ ഏകാദശി വളരെ ഭംഗിയായിട്ട് ദ്വാദശി വ്രതം വളരെ ഭംഗിയായിട്ട് കാലത്തിൽ പോയി സ്നാനം ചെയ്ത് അതും മധുവനത്തിൽ പോയി ശ്രീഹരിയെ സേവിക്കുന്നു. ഭഗവാനെ പൂജിച്ച് മഹാഭിഷേക വിധിനാഭവസ്കര സംഭ്രജ അഭിഷിച്യാഹരാധർഷൈയത്യന്തമാല്യഹനാദിഭി തദ്യതന്തരഭാവേന പൂജയാമാസ കേശവം. ബ്രാഹ്മണംശ്ച മഹാഭാഗ സിദ്ധാർത്ഥാന വിഭക്തിക. വേണ്ട പോലെ ഭഗവാൻ അഭിഷേകം കഴിക്കാം. അതും മഹാഭിഷേക വിധിനാ സർവോപസ്കര സമ്പദ. ഭഗവാനെ ഭക്തിയോടുകൂടി മഹാഭിഷേകം കഴിക്കാം. വിധിയോടുകൂടി ഭഗവാനെ ഉപചാരങ്ങളോടുകൂടി ഭഗവാനെ പൂജിക്കാം.
ധൂപദീപസമന്വിതം ഭഗവാന് അലങ്കരിച്ചുകൊണ്ട് മാല ചാർത്തി കളഭം ചാർത്തി ഭഗവാനെ ഭക്തിയോടുകൂടി ശ്രീഹരിയെ പൂജിച്ച് ശ്രീഹരിയുടെ പാദത്തിൽ നമസ്കരിക്കാം. തദ്ഗതാന്തരഭാവേന പൂജയാമാസ കേശവം. ഭഗവാനെ ഭക്തിയോടുകൂടി പൂജിച്ച് നമസ്കരിച്ച് അതുപോലെ ബ്രാഹ്മണരെയും ഭക്തിയോടുകൂടി ബ്രാഹ്മണം സ്വമഹാഭാഗാൻ സിദ്ധാർത്ഥാനപി ഭക്തിത ബ്രാഹ്മണരെയും ഭക്തിയോടുകൂടി പൂജിക്കുക. ഗവാമരുക്മവിഷാണീനാം രൂപ്യാന്ധീനാം സുവാസസാം പയശീലവയോരൂപവൽ സോമസ്കര സമ്പദം രാഹിനോത്സാഹു വിപ്രേഭ്യോ ഗൃഹേഷു ന്യദ്ഭുതാനി ഷട്ട് ഭോജയിത്വാ ജ്ഞാനഗ്രേ സ്വാത്വന്നം ഗുണവത്തമം. അനവധി പശുക്കളെ ദാനം ചെയ്യാം. ഗവാമരുക്മവിഷാണീനം. അതും കൊമ്പും കുളമ്പും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കെട്ടിയിട്ട് അസംഖ്യം പശുക്കളെ ദ്രവ്യത്തോടു കൂടി ദാനം ചെയ്യാം. പയശീലവയോരൂപവത്സോപസ്കര സമ്പദ. പശുക്കുട്ടിയോട് കൂടി അത്രയും ദ്രവ്യത്തോടു കൂടി വേണം കർക്കാനുള്ള പാത്രത്തോട് കൂടിയിട്ട് ദാനം ചെയ്യുക. അനവധി പശുക്കളെ ദാനം ചെയ്തു. അതുപോലെ പ്രാഹിണോത്സാഹു വിപ്രേഭ്യോ ഗൃഹേഷു ന്യദ്ഭുതാനികൾ. എത്ര ചെയ്തുവെന്ന് ചോദിച്ചാൽ ഭാഗവതം പറയുന്നത് ഇങ്ങനെ കൊമ്പും കുളമ്പും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കെട്ടിയിട്ട് പശുക്കുട്ടിയോടുകൂടി കർക്കാനുള്ള പാത്രത്തോട് കൂടിയിട്ട് ദാനം ചെയ്യുന്നത് 60 കോടി പശുക്കളെ ദാനം ചെയ്തു. ഇതൊക്കെ സമയം ഉണ്ടാവും ദ്വാദശിക്ക്. ഇതൊക്കെ ഓരോരോ പശുവിനെയും പിടിച്ച പൂർവാംഗം ഉത്തരാംഗം ഗോദാനം ചെയ്ത് കയറ് പിടിച്ച മന്ത്രം ചൊല്ലി ദാനം ചെയ്യണ്ടേ. ഇതിന് സമയം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞ സമയം നീങ്ങുള്ളൂ. ചക്രപട നിൽക്കാതെ കഴിഞ്ഞ സമയം നീങ്ങുള്ളൂ. 60 കോടി പശുദാനമാണ് ഓരോരോ ദ്വാദശിക്കും മഹാരാജാവ് ചെയ്യുന്നതെന്നാണ്. പ്രാഹിനോ അതുപോലെ ഭോജയത്വാഗ്രേ സ്വാത്വന്നം ഗുണവത്തമം. അതും നല്ല ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം ധാരാളമായിട്ട് ബ്രാഹ്മണരെ അവരെ സന്തോഷം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് ധർമ്മജ്ഞൻ ധർമ്മധ്യയുടെ കഥയൊക്കെ പറയാൻ പറ്റി. ധർമ്മജ്ഞൻ ധർമ്മധ്യയുടെ കഥയൊക്കെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ. കാരണം ധർമ്മധ്യ വേണ്ട പോലെ ചെയ്താണ് ആ ധർമ്മചക്രം ചെയ്തില്ല. വാവ് തോറും കർമ്മം ചെയ്യും. നിത്യസന്ധ്യാവനം കണ്ടെന്നല്ലാതെ മറ്റാൾ ദൃഷ്ടിയോട് കൂടി മുഴുവൻ ചെയ്താണ് അദ്ദേഹം. ശരീരം ഉപേക്ഷിച്ച് പോയി. ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഇതിന് കുറച്ച് പോരായ കണ്ട് കുറച്ച് പാവാനുഭവം നടക്കുമ്പോൾ അവിടെ കേസ് ആൾക്കാണ് ജ്യേഷ്ഠനാണ്. ഇതൊക്കെ ചെയ്താൽ നിത്യേന അസംഖ്യം ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തൊരു മഹാത്മാവാകുന്ന ഭാവത്തിലാണ് അവസാനം നരകം വേണ്ട അവിടെ ബാധിച്ചിട്ടില്ല രാഷ്ട്രീയനാണ്. അത്രയും മഹാത്മ്യം ഉണ്ടെന്ന ഭാവത്തിലാണ് ബ്രാഹ്മണർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ധാരാളമായിട്ട് കൊടുക്കണമെന്ന്. അതും ഭോജയാമാസ ഷഡ്രസൈനൊക്കെയാണ്. ഇതിനാണ് 4 രസത്തോടു കൂടിയുള്ള ഭക്ഷണം വേണം. കാരണം ഇതിനാണ് നമ്മൾ നെയ്യ് പരിപ്പാദ്യം വിളമ്പ, പിന്നെ കാളൻ വിളമ്പ, പിന്നെ സാമ്പാർ വിളമ്പ, പിന്നെ രസം വിളമ്പൊക്കെ വേറെ ഒരു അലങ്കാരം. ഇങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണം ധാരാളം ബ്രാഹ്മണർക്ക് കൊടുത്ത് അവരനുഗ്രഹം വാങ്ങിയിട്ടാണ് അവരനുവാദത്തോടു കൂടി പാലനം. ബ്രാഹ്മണ അനുവാദത്തോടു കൂടിയാണ് ആ സമയത്ത് പാലനം കഴിച്ചതിന് ഓരോരോ ദ്വാദശിയും വളരെ ഭംഗിയായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനെ ഒടുക്കത്തെ ദ്വാദശിയായി. ഒടുക്കത്തെ ദ്വാദശിയായപ്പോഴാണ് അസംഖ്യ ബ്രാഹ്മണരെ പൂജിച്ച് ദാനാദികൾ ചെയ്ത് ഭഗവാനെ പൂജിച്ച് ബ്രാഹ്മണ അനുവാദത്തോടു കൂടി പാലനയ്ക്ക് പുറപ്പെട്ടപ്പോഴാണ് ദിവ്യനായൊരു ശീശൻ ഈ ദിവ്യസുദിനത്തിൽ വരാൻ സാധിച്ചല്ലോ എന്ന ഭാവത്തില് വാസ്തവം ദുർവാസാവ് ശ്രീപരമേശ്വരന്റെ അംശമാണെന്ന ഭാവത്തില് ദുർവാസാവാണ് അതിഥിയായിട്ട് പൂജയേൽക്കാൻ വന്നത്. അദ്ദേഹത്തെ വേണ്ട പോലെ ചോദിച്ച് രാജാവ് പറഞ്ഞു, ഹേ മഹർഷി വേഗം പൊച്ചു വരണം.
കാരണം ഇവിടെ സമയം തെറ്റാൻ പോവുകയാണ്, വേഗം കുളിച്ചു വരണേ, സമയം തെറ്റാൻ പോവുകയാണ്, താമസിക്കരുത്, വേഗം വരണമെന്ന് പ്രാർത്ഥിച്ച ദുർവാസാവിനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞേച്ചു. അദ്ദേഹം ആണെങ്കിൽ കുളിക്കാൻ വേണ്ടി വളർന്ന് പരീക്ഷിക്കാൻ വന്ന ആളായത് എത്രത്തോളം അംബരീഷണി ഭക്തി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി വന്ന ആളാ ദുർവാസാവ് എന്ന ഭാവത്തില് അദ്ദേഹം പോയിട്ട് കാളിന്തി പോയിട്ട് അങ്ങോട്ട് മുങ്ങി. നല്ല അസ്തര് വെള്ള ഒന്നാന്തരം വെള്ള എന്ന ഭാവത്തില് ഇവിടുന്ന് അവ ധ്യാനം എന്ന ഭാവത്തില് മുങ്ങിക്കൊണ്ടാണ് നിമമധ്യായം കാളിന്തി സരിതേഷുഭേ കാളിന്തിക്ക് മുങ്ങിക്കൊണ്ടാണ് ധ്യാനിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവലോ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന ഭാഗത്ത് അവിടുന്നാണ് ഒന്ന് പരീക്ഷിക്കാൻ വന്നതാണ്. നിർവാഭാവ് സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയിട്ട് കുളിച്ച് അവിടെ പോയിട്ട് വലിയ ധ്യാനത്തിൽ ഏർപ്പെട്ടു. ഇവിടെ ആണെങ്കിൽ മുഹൂർത്താവശിഷ്ടായ ദ്വാദശ്യാം കാരണം പ്രതി ചിന്തയാമാകർമ്മജ്ഞോതിജയ്യസ്തകർമ്മസങ്കടേ. ദ്വാദശി കഴിയാൻ കുറച്ച് നേരെ ബാക്കിയുള്ളൂ. ഇനി അദ്ദേഹം വേഗം വരാഞ്ഞാല് ഈ വ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലമാണ് ഇല്ലാതെയാവുക. അദ്ദേഹത്തെ പൂജിക്കാഞ്ഞാൽ ബ്രാഹ്മണ അതിക്രമണ ദോഷം. ഇനി അദ്ദേഹത്തിനെ കാത്തു നിർത്താണെങ്കിൽ അദ്ദേഹം വരാൻ വൈകിയാൽ വ്രതത്തിന് ഭംഗം വരാനില്ല. എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതെ കണ്ട് അവിടെ വിഷമിച്ചു മഹാരാജാവ് എന്നാണ്. ഇവിടെ ബ്രാഹ്മണ അതിക്രമം പറ്റിപ്പോവോ അല്ലെങ്കിൽ ദ്വാദശിക്ക് ഭംഗം വരുമോ? ബ്രാഹ്മണ അതിക്രമേ ദോഷോ ദ്വാദശ്യാമ്യതപാരണേ എങ്കിലും അധർമ്മം സംഭവിക്കാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ്. രണ്ടായാലും അധർമ്മമാണ്. ബ്രാഹ്മണനെ പൂജിക്കാതെ കണ്ട് പാലം കഴിച്ചാൽ അദ്ദേഹം വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കാത്തു വന്നാൽ ഭഗത്തിന് ഭംഗം വരാം. എന്നിൽ അധർമ്മം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ച് ഭഗവാനാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ബ്രാഹ്മണൻ പറഞ്ഞു അമരീഷ ഭയപ്പെടുന്നു വേണ്ട, അന്ന് വെള്ളം കഴിച്ചോളൂ. അംഭസാരണം പ്രാഹുരഭക്ഷണം വിപ്രാശിതം നാശിതം. ഇത് വേദത്തിലെ പ്രമാണമാണ്. വെള്ളം കഴിച്ചാൽ ആദ്യ കഴിച്ച ഫലമായി ആ കഴിച്ച ദോഷത്തേക്ക് വെള്ളം കുടിക്കാതെ പ്രമാണമുണ്ട്. എന്നാൽ അതിന് ഭക്ഷണം കഴിച്ച ഫലമായി കണക്കൂട്ടൊന്നുമില്ല. മാത്രമല്ല പാല കഴിച്ചായി കണക്കൂട്ടുന്നു. അങ്ങനെ വെള്ളം കഴിച്ചോളൂ എന്ന് ബ്രാഹ്മണരെ പറഞ്ഞപ്പോൾ അത് തയ്യാറായി. കാരണം വേദത്തിലെ പ്രധാനമായ ഒരു മന്ത്രമാണ് വെള്ളം കുടിക്കാമെന്നുള്ളത്. അങ്ങനെ ഇവർ അനുവാദത്തോടു കൂടി തീർത്ഥത്തെയാണ് സ്വീകരിച്ചു. വെള്ളം തീർത്ഥം കഴിച്ചു. ഇതാണ് കണ്ടപ്പോഴാണ് രാജാവ് ബ്രാഹ്മണൻ ഇത് കണ്ടു വിവാഹമാഷി കണ്ട് കോപിച്ചു വരുന്ന രംഗം നമുക്ക് ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ. ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനാമ ജപത്തിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ള ജീവന് ഈ ലോകമൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നതായ ആ അംബരീഷിൻ്റെ കഥ. അംബരീഷിൻ്റെ കഥ ഉണ്ടാവാനുള്ള കാരണം പറയുന്നത് മഹാദേവൻ്റെ കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹം. ആ കഥാഭാഗത്തിനെ അംബരീഷിനെ അനുഗ്രഹിക്കാൻ വന്ന ദുർവാസാവ് കാളിന്തിയിലെ മുങ്ങി ഗുരുവായൂരപ്പനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നതായ സന്ദർഭം അതുവരെ വേദിയിൽ അനുഗ്രഹിച്ചു തന്ന ആചാര്യൻ്റെ പാദങ്ങളിൽ അമ്മയുടെ 30 ചൊവ്വാഴ്ച എന്ന പുണ്യസുദിനം ഓർത്തോർത്ത് നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. ഇന്നത്തെ ഈ ഭാഗവത സവര്യ ഗുരുവായൂരപ്പൻ്റെ
നിത്യ സഹസ്രനാമോത്സവ സമിതി, ഗുരുവായൂരപ്പൻ്റെ ഭജന സമിതി എന്ന പേരിൽ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. കീഴ്ശാന്തിമാർ ഏതാനും അംഗങ്ങൾ കൂടിയിട്ടാണ് നടക്കുന്നത്. കന്നിമാസം 1-ാം തീയതി തൊട്ട് 12 ദിവസമായിട്ട് സഹസ്രനാമോത്സവം എന്ന പേരിൽ കീഴ്ശാന്തിമാരുടെ ഭജനക്കാലം എന്ന പേരിലൊക്കെ അവിടെ നടക്കാറുള്ളതാണ്. ഇക്കുറി ആ 12 ദിവസം അമ്പലത്തിൽ വെച്ചല്ല നടന്നത്. കാരണം ഈ കൊറോണയുടെ പ്രത്യേക കാലഘട്ടത്തിലായതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട മഞ്ചര കേശവൻ എന്ന് പറയുന്ന ഒരു ഉണ്ണിയുടെ ഇല്ലത്ത് വെച്ചിട്ട് നടന്നു. അവിടെ വെച്ച് നടന്നതായതുകൊണ്ട് അത് ഗുരുവായൂരപ്പൻ്റെ പ്രേരണയോടുകൂടി ഓൺലൈനായിട്ട് നടന്നു. ലോകത്തിൻ്റെ പല സ്ഥലത്തുള്ള ആളുകൾക്ക് ദിവസത്തിൽ 3 സഹസ്രനാമം, ഭുജംഗപ്രയാഗം, ഭാഗവതത്തിൻ്റെ 12-ാം അധ്യായം എന്ന് തുടങ്ങി ഏതാനും ഭഗവത് പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ആ സഹസ്രനാമോത്സവം 12 ദിവസവും ഭംഗിയായി ഓൺലൈനായിട്ട് നടന്നു. അത് അനുഭവിക്കാൻ അനവധി ആളുകൾക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ അവരൊക്കെ ആ സഹസ്രനാമ സമിതിയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഞങ്ങൾ, പക്ഷേ ഇത് അനുഗ്രഹിച്ചെന്ന ഗുരുവായൂരപ്പന് നമസ്കാരം എന്ന് പറഞ്ഞു. ആ ഭജന സമിതിയിൽ നമ്മുടെ വേദിയിൽ 2-3 പ്രാവശ്യം സഹസ്രനാമം ജപിക്കാൻ വേണ്ടി വന്ന പുണ്യാത്മാക്കൾ, അതിനോട് ബന്ധപ്പെട്ട 2 പുണ്യാത്മാക്കൾ, അവർ ഈ വേദി കണ്ട് ഈ വേദിയെ നമസ്കരിച്ചിട്ടുണ്ട്. ആ ധന്യാത്മാക്കളുടെ പുറകിൽ നിന്ന് ഗുരുവായൂരപ്പനെ നിത്യം സഹസ്രനാമം കൊണ്ടും പ്രണാമങ്ങൾ അർപ്പിക്കുന്ന ആ പുണ്യാത്മാക്കളുടെ പിറകിൽ നിന്ന് ഈ ഭാഗവത സഭയുടെ ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും ആചാര്യനോടുകൂടി പ്രണാമങ്ങൾ അർപ്പിക്കാം. നമുക്ക് ഒരു 2 മണി കഴിഞ്ഞിട്ട് വീണ്ടും ഈ അധ്യായം തന്നെ വായിച്ച് ഭാഗവതത്തിൻ്റെ കഥാമൃതരസം ഗുരുവായൂരപ്പ ഞങ്ങളിൽ എന്നും അനുഗ്രഹിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ.